കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം ഈ വിശുദ്ധ ആരാധനാ ദിവസത്തിൽ മഹത്വം എടുക്കുമാറാകട്ടെ. കർത്താവിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ദൈവത്തിങ്കിലേക്ക്, ദൈവ വചനത്തിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുവരുന്നു. ദൈവം മനുഷ്യനോട് തന്നെ വെളിപ്പെടുത്തുന്ന വചനം. ദൈവം മനുഷ്യനോട് സംസാരിക്കുന്ന ദൈവത്തിന്റെ വചനം. ആത്മാവ് സഭകളോട് സംസാരിക്കുന്ന ദൈവത്തിന്റെ വചനം. ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തികൾ നമുക്ക് സൃഷ്ടിയിൽ കാണാനായിട്ട് കഴിയും. ദൈവത്തിന്റെ സൃഷ്ടിപ്പിൽ ദൈവത്തിന്റെ മഹത്വത്തെ നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ ദൈവവചനത്തിലാണ്. വചനത്തിലൂടെയാണ് ദൈവം തന്നെ വെളിപ്പെടുത്തുന്നത്. മനുഷ്യനോടുള്ള ദൈവത്തിന്റെ കമ്മ്യൂണിക്കേഷൻ, അതാണ് ഏറ്റവും ശ്രേഷ്ഠതയേറിയത്. ഗ്ലോറി ടു ഗോഡ്. ദൈവം മനുഷ്യനോട് സംസാരിക്കുന്നു, ദൈവവചനത്തിലൂടെ സംസാരിക്കുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിലാണ് വചനത്തിലൂടെ ദൈവം സംസാരിക്കും. ശുദ്ധീകരണം കൂടാതെ ആരും ദൈവത്തെ കാണുകയും. ഹല്ലേലൂയ. ദൈവം വചനമാണ്. വചനത്തിലൂടെ ദൈവം വെളിപ്പെടുന്നു. വചനത്തിലൂടെ വെളിപ്പെടുന്നത് പരിശുദ്ധാത്മാവും. ഗ്ലോറി ടു ഗോഡ്. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം ജീവനും ആത്മാവുമാകുന്നു. യേശു പറഞ്ഞതാണ്. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം നിങ്ങൾക്കുള്ള നിത്യജീവനാണ്. ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന വചനം പരിശുദ്ധാത്മാവ്. ജീവനും ആത്മാവും, നിത്യജീവനും പരിശുദ്ധാത്മാവുമാണ് ദൈവത്തിന്റെ വചനം. ശുദ്ധീകരണം കൂടാതെ ആരും ദൈവത്തെ കാണുകയില്ല. ദൈവത്തെ എവിടെ കാണാൻ കഴിയും? നഗ്ന നേത്രങ്ങൾ കൊണ്ട് ദൈവത്തെ കാണാൻ കഴിയത്തില്ല. ദൈവവചനത്തിലൂടെ ദൈവം വെളിപ്പെടുമ്പോൾ നമ്മൾ ശുദ്ധീകരണത്തോടു കൂടി ആയിരിക്കുന്നുവെങ്കിൽ വചനത്തിലെ ദൈവത്തിന്റെ മഹത്വത്തെ നമുക്ക് കാണുവാൻ കഴിയും. ശുദ്ധീകരണം എന്ന് പറയുമ്പോൾ യേശുവിന്റെ രക്തത്താലുള്ള പാപമോചനത്തിന്റെ ശുദ്ധീകരണവും, കർത്താവിന്റെ വചനത്താൽ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരാകുന്നു. വചനത്താലുള്ള ശുദ്ധീകരണവും പരിശുദ്ധാത്മാവിനാലുള്ള നവീകരണം, പരിശുദ്ധാത്മാവിനാലുള്ള ശുദ്ധീകരണവും. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനാൽ ശുദ്ധീകരണം നമ്മൾ പ്രാപിക്കണം. ക്രൂശിലൂടെയുള്ള ശുദ്ധീകരണത്തെ കുറിച്ച് നമ്മൾ വചനത്തിൽ കാണും. ക്രൂശിൽ സംഭവിച്ച കാര്യങ്ങൾ വിശ്വാസത്താൽ നമ്മൾ സ്വീകരിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് എന്താണ്? ശുദ്ധീകരണം. അപ്പോൾ യേശുവിന്റെ രക്തത്താലുള്ള പാപമോചനത്തിന്റെ ശുദ്ധീകരണം നമുക്കുണ്ടാകണം. അവന്റെ വചനത്തിലൂടെയുള്ള ശുദ്ധീകരണം നമുക്കുണ്ടാകണം. പരിശുദ്ധാത്മാവിനാലുള്ള ശുദ്ധീകരണം നമുക്കുണ്ടാകണം. ക്രൂശിൽ സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങൾ വെളിപ്പെട്ട് കിട്ടുമ്പോൾ ആ വെളിപ്പെട്ട് കിട്ടുന്നതിലൂടെ നമുക്ക് ശുദ്ധീകരണം ഉണ്ടാകണം. നമ്മുടെ 5 ഇന്ദ്രിയങ്ങളിൽ ശുദ്ധീകരണം ഉണ്ടാകണം. നമ്മുടെ ദേഹിയിൽ, മനസ്സിൽ, വിചാരങ്ങളിൽ, വികാരങ്ങളിൽ, ഇച്ഛാശക്തിയിൽ ശുദ്ധീകരണം ഉണ്ടാകണം. നമ്മുടെ ആത്മാമണ്ഡലത്തിൽ ശുദ്ധീകരണം ഉണ്ടാകണം. മനസാക്ഷിയിൽ ശുദ്ധീകരണം ഉണ്ടാകണം. ഗ്ലോറി ടു ഗോഡ്. അങ്ങനെ യേശുവിന്റെ രക്തത്താലുള്ള ശുദ്ധീകരണവും, വചനത്താലുള്ള ശുദ്ധീകരണവും, പരിശുദ്ധാത്മാവിനാലുള്ള ശുദ്ധീകരണവും, ക്രൂശിനാലുള്ള ശുദ്ധീകരണവും നമുക്ക് ലഭിക്കുമ്പോൾ അല്ലാതെ ദൈവവചനത്തിലൂടെയുള്ള ദൈവത്തിന്റെ മഹത്വത്തെ കാണുക എന്നത് അസാധ്യമാണ്. അപ്പോൾ കർത്താവേ, എന്നെ എന്ത് ചെയ്യണമേ? അങ്ങയുടെ മഹത്വം കാണുവാൻ എന്നെ ശുദ്ധീകരിക്കണമേ. അങ്ങയുടെ ശബ്ദം കേൾക്കുവാൻ എന്നെ ശുദ്ധീകരിക്കണമേ. ആത്മാവ് സഭകളോട് സംസാരിക്കുന്നത് എന്ത് എന്ന് തിരിച്ചറിയുവാൻ എന്നെ ശുദ്ധീകരിക്കണമേ. ശുദ്ധീകരണം കൂടാതെ ആരും ദൈവത്തെ കാണുകയില്ല. അതൊരു വിശ്വാസിയായിരുന്നാലും ശുശ്രൂഷിക്കുന്ന ശുശ്രൂഷക്കാരനായിരുന്നാലും ശുദ്ധീകരണം കൂടാതെ ആരും ദൈവത്തെ, ദൈവശബ്ദത്തെ, ദൈവത്തിന്റെ മഹത്വത്തെ, ദൈവത്തിന്റെ ആലോചനയുടെ ശബ്ദത്തെ, വരുംകാലങ്ങളിൽ സംഭവിക്കുവാൻ പോകുന്ന കാര്യങ്ങളെ, നിത്യതയെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ എന്നിത്യാദി ഒന്നും തന്നെ നമുക്ക് അറിയുവാനോ കാണുവാനോ കഴിയില്ല. അപ്പോൾ ദൈവസന്നിധിയിൽ നമ്മൾ അടുത്ത് വരുമ്പോൾ ദൈവമുണ്ട് എന്ന് തിരിച്ചറിയണമെങ്കിൽ ശുദ്ധീകരണം നമുക്ക് പ്രധാനമാണ്. തന്നെ അന്വേഷിക്കുന്നവർക്ക് ദൈവം തരുന്ന നിത്യമായ അവകാശം, ക്രിസ്തുവിൽ തേജസ്കരണം, തന്നിൽ വിശ്വസിക്കുന്ന ആ രക്ഷ കരസ്ഥമാക്കിയിരിക്കുന്നവർക്കുണ്ട്. ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോയി എങ്കിൽ കർത്താവിന്റെ വരവിൽ പുനരുദ്ധാനം എന്നുള്ളത് തന്നിൽ വിശ്വസിക്കുന്നവർക്കുണ്ട്. 2 ശ്രേഷ്ഠതയേറിയ അനുഗ്രഹങ്ങളാണ്. നാം ക്രിസ്തുവിൽ ജീവിച്ചിരിക്കുന്നു. ഗ്ലോറി ടു ഗോഡ്. കർത്താവിന്റെ വരവിൽ നാം തേജസ്കരിക്കപ്പെടും എന്നുള്ളത് ശ്രേഷ്ഠമേറിയ അനുഗ്രഹമാണ്. ഗ്ലോറി ടു ഗോഡ്. ഈ 2 അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ലഭിക്കാത്ത പക്ഷം നിത്യതയിൽ നമ്മൾ കാണത്തില്ല. നിത്യതയിൽ നമ്മൾ കാണപ്പെടണമെങ്കിൽ
കർത്താവിന്റെ വരവിൽ നാം തേജസ്കരിക്കപ്പെട്ടാൽ മാത്രമേ നാം എടുക്കപ്പെടത്തുള്ളൂ. തേജസ്കരിക്കപ്പെടാത്ത എല്ലാവരും കൈവിടപ്പെടും. ദൈവത്തിന്റെ ക്ലോക്കിൽ ഒരു ഏറ്റവും വിലപ്പെട്ട ഒരു സമയം, മനുഷ്യന് വേണ്ടിയിട്ടുള്ള വിലപ്പെട്ട ഒരു സമയം ദൈവം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് പൗലോസ് ദൈവാത്മാവിൽ ദർശിച്ചിട്ട് അത് എഴുതി വെച്ചിട്ടുണ്ട്. കണ്ണിമയ്ക്കുന്നിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. ദൈവത്തിന്റെ ക്ലോക്കിൽ ദൈവം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സമയം, കാലത്തിന്റെ ആ സമ്പൂർണതയിൽ ദൈവസഭ എടുക്കപ്പെടേണ്ടിയ ആ സമയം, അത് ദൈവത്തിന്റെ ക്ലോക്കിൽ ദൈവം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്കാണ് ദൈവത്തിന്റെ മക്കൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്? യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലക്ഷ്യബോധമുള്ള ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആ സെക്കൻഡിൽ തേജസ്കരിക്കപ്പെടുക എന്നുള്ളൊരു അനുഭവം അവന് ലക്ഷ്യം കാണും. ആ സെക്കൻഡിൽ ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കും. ആ ഉയർത്തെഴുന്നേൽപ്പ് അവകാശമാക്കുവാൻ തക്കവണ്ണം തന്റെ ജീവിതത്തെ ക്രമപ്പെടുത്തും. യേശുവിന്റെ രക്തത്താൽ പാപമോചനത്തിലൂടെ ക്രമപ്പെടുത്തേണ്ട ആവശ്യമുണ്ട്. അവന്റെ വചനത്തിന്റെ മുൻപിലൂടെ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തേണ്ട ആവശ്യമുണ്ട്. പരിശുദ്ധാത്മാവിന്റെ നവീകരണത്തിലൂടെ ആത്മാവിന്റെ ഫലം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെട്ട് വരുവോളം ഫലങ്ങളാൽ വൃക്ഷത്തെ തിരിച്ചറിയാം. നമുക്ക് പരിശുദ്ധാത്മാവ് ലഭിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നിശ്ചയിക്കുന്നത് ഫലങ്ങളാൽ തിരിച്ചറിയുക എന്നുള്ളതാണ്. ആ ഫലങ്ങളാൽ തിരിച്ചറിയുവാൻ തക്കവണ്ണം നമ്മുടെ ജീവിതം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടേണ്ട ആവശ്യമുണ്ട്. ക്രൂശിന്റെ മറവിൽ നാം മറയ്ക്കപ്പെടേണ്ട ആവശ്യമുണ്ട്. അങ്ങനെ കർത്താവിന്റെ സന്നിധിയിൽ നമ്മൾ ആത്മാവിൽ ധ്യാനിച്ചും പ്രാർത്ഥിച്ചും ആരാധിച്ചും, ദൈവം നമുക്ക് ഉടമ്പടികളുടെ ദൈവം, ഉടമ്പടികൾക്ക് മുൻപിൽ ദൈവസന്നിധിയിൽ വചനപ്രകാരം ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുത്ത് ക്രമപ്പെടുത്തി നമ്മൾ കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുക്കപ്പെട്ട് ആയിരിക്കുന്നുവെങ്കിൽ ആ ദൈവം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കണ്ണിമയ്ക്കുന്നിടയിൽ രൂപാന്തരപ്പെടുന്ന അനുഭവം, കണ്ണിമയ്ക്കുന്നിടയിൽ പുനരുദ്ധാനം പ്രാപിക്കുന്ന അനുഭവം ഉണ്ടാവും. ദൈവം മനുഷ്യന് വേണ്ടി കൊടുത്തിരിക്കുന്ന സമയപരിധിയിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു സമയമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന കണ്ണിമയ്ക്കുന്നിടയിൽ തേജസ്കരണം പ്രാപിക്കപ്പെടും എന്നുള്ള സത്യം. ഗ്ലോറി ടു ഗോഡ്. ദൈവസഭ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്, ദൈവസഭ പ്രതിബന്ധങ്ങളെ തരണം ചെയ്തുകൊണ്ടിരിക്കുന്നത് മറ്റെന്തെങ്കിലും കാര്യങ്ങൾ നേടുവാനാണ്. ഈ കണ്ണിമയ്ക്കുന്നിടയിൽ എനിക്കും എന്ത് ചെയ്യണം? എത്തിച്ചേരണം. ഗ്ലോറി ടു ഗോഡ്. കണ്ണിമയ്ക്കുന്നിടയിൽ മണവാട്ടി സഭ എന്ത് ചെയ്യും? തേജസ്കരിക്കപ്പെടും. അത് ഒരു വ്യക്തിയല്ല, രണ്ട് വ്യക്തിയല്ല. കർത്താവിന്റെ മണവാട്ടി സഭയായി ഈ ഭൂലോകത്തിൽ പരക്കെ കിടക്കുന്ന വിശ്വാസ ഗോളത്തിലെ രക്ഷിക്കപ്പെട്ട് ദൈവത്തിന്റെ കൃപ അനുഭവിച്ച് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് വചനപ്രകാരം ജീവിതത്തെ ക്രമപ്പെടുത്തി ചട്ടങ്ങളിലും ഉപദേശങ്ങളിലും പ്രമാണങ്ങളിലും ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുത്ത് വിശുദ്ധീകരണത്തോടുകൂടി കർത്താവിന്റെ വരവിന് കാത്തിരുന്നുകൊണ്ട് ഒരുക്കത്തോടുകൂടി ആയിരിക്കുന്നവർ ദൈവം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ സമയത്തിലകത്തേക്ക് പ്രവേശിപ്പാൻ തക്കവണ്ണം ഉള്ള സമയം ആസന്നമായിരിക്കുന്നു എന്ന് തലകൾ ഉയർത്തി നോക്കുന്നവർക്ക് അറിയുവാൻ തക്കവണ്ണം കഴിയും. നമ്മുടെ വിശ്വാസത്തിന്റെ നായകൻ കർത്താവാണ്. പൂർത്തി വരുത്തുന്നത് കർത്താവാണ്. നമ്മിൽ നല്ല പ്രവൃത്തി ആരംഭിച്ച ദൈവം തന്റെ നാളിൽ അത് തികയ്ക്കും. നമ്മിൽ ദൈവം ആരംഭിച്ചിരിക്കുന്ന നല്ല പ്രവൃത്തി എന്ന് പറയുന്നത് തന്നോടുകൂടി എന്നേക്കുമായി വാസം ചെയ്യുവാൻ തക്കവണ്ണം യേശു ക്രിസ്തുവിലൂടെയുള്ള നല്ല പ്രവൃത്തി ക്രൂശിൽ ദൈവം ആരംഭിച്ചു. ഗ്ലോറി ടു ഗോഡ്. രക്ഷ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നു. നീതീകരണം കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്നു. ശുദ്ധീകരണം നമ്മിൽ കർത്താവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. ആ തേജസ്കരണത്തിലേക്ക് ദൈവം നമ്മെ നടത്തിക്കൊണ്ടിരിക്കുന്നു. സകലത്തിനും ലാക്കും സകലത്തിനും കാരണഭൂതനുമായവൻ അനേക പുത്രന്മാരെ തേജസ്സിലേക്ക് നയിക്കുന്നു. ദൈവത്തിന്റെ ഹൃദയത്തിലെ അജണ്ട ഏതാണ്? അനേക പുത്രന്മാരെ തേജസ്സിലേക്ക് നയിക്കുന്നു. ഇന്ന് നമ്മൾ പുത്രത്വത്തിന്റെ ആത്മാവ് പ്രാപിച്ചവരാണ്, പക്ഷേ നമ്മൾ തേജസ്കരിക്കപ്പെട്ടിട്ടില്ല. ഇന്ന് നമ്മൾ ദൈവവചനത്തിൽ നോക്കുമ്പോൾ കാൺമീൻ, നാം ദൈവത്തിന്റെ മക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് എത്ര വലിയ സ്നേഹം നമുക്ക് നൽകിയിരിക്കുന്നു. അങ്ങനെ തന്നെ നാം ആകുന്നു. ലോകം അവനെ അറിഞ്ഞിട്ടില്ലായക കൊണ്ട്
നമ്മെയും അറിയുന്നില്ല. എന്താണ് നമ്മെക്കുറിച്ച് ലോകം അറിയാത്തത്? നാം തേജസ്കരിക്കപ്പെടുവാനുള്ളവരാണ് എന്നുള്ള കാര്യം ലോകം അറിയുന്നില്ല. നാം പുനരുദ്ധാനം പ്രാപിക്കുവാനുള്ളവർ ആണ് എന്നുള്ള കാര്യം ലോകം അറിയുന്നില്ല. ലോകം അവനെ അറിഞ്ഞിട്ടില്ലായിക്കൊണ്ട് കർത്താവ് തേജസ്കരണപ്പെട്ട് കാണിച്ചത് ശിഷ്യന്മാരുടെ ഇടയിൽ 3 പേർക്കാണ്. ഹല്ലേലൂയ. പത്രോസും യാക്കോബും യോഹന്നാൻ. കർത്താവ് പുനരുദ്ധാനം പ്രാപിച്ചതിന് ശേഷവും കർത്താവ് ചുരുക്കം പേർക്കാണ് എന്ത് ചെയ്തേ? പുനരുദ്ധാനം പ്രാപിച്ചതിന് ശേഷം കർത്താവ് വെളിപ്പെട്ടത്. എല്ലാവരും കർത്താവിനെ എന്ത് ചെയ്തിരുന്നില്ല? അറിഞ്ഞിരുന്നില്ല. ഈ കാലഘട്ടത്തിലും എല്ലാവരും യേശുവിന്റെ തേജസ്കരണത്തെ എന്ത് ചെയ്യുന്നില്ല? വിശ്വസിക്കുന്നില്ല, കാണുന്നില്ല. യേശു ക്രിസ്തുവിന്റെ പുനരുദ്ധാനത്തെ വിശ്വസിക്കുന്നില്ല, കാണുന്നില്ല. എന്നാലോ നമ്മൾ അത് വിശ്വസിക്കുന്നു, നമ്മൾ അത് വിശ്വാസത്താൽ എന്ത് ചെയ്യുന്നു? കാണുന്നു. ഗ്ലോറി ടു ഗോഡ്. ക്രിസ്തുവിൽ നമ്മൾ അത് കാണുമ്പോൾ നമുക്കും തേജസ്കരണം ഉണ്ട് എന്നുള്ളതിന് തെളിവാണ് ആ വിശ്വാസം. നമ്മൾക്കും പുനരുത്ഥാനം ഉണ്ട് എന്നുള്ളതാണ് ക്രിസ്തുവിന്റെ പുനരുദ്ധാനത്തിലെ നമ്മുടെ വിശ്വാസം. ലോകം അതെന്ത് ചെയ്യുന്നില്ല? കാണുന്നില്ല. ഗ്ലോറി ടു ഗോഡ്. അതുകൊണ്ട് ലോകം നമ്മെ എന്ത് ചെയ്യുന്നില്ല? അറിയുന്നില്ല. പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവത്തിന്റെ മക്കളാകുന്നു. നാം ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കുന്നത് പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശ്യന്മാരാകും എന്ന് നാം അറിയുന്നു. അവൻ ഇന്ന് എങ്ങനെ ആയിരിക്കുന്നു എന്നുള്ള കാര്യം ഭൂമിയിൽ പരിമിത മണ്ഡലത്തിൽ ജീവിക്കുന്ന എനിക്ക് ദൈവവചനത്തിന്റെ വെളിച്ചത്തിലൂടെ, പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന ബോധ്യത്തിലൂടെ താൻ ഇന്ന് സ്വർഗത്തിൽ എങ്ങനെ ആയിരിക്കുന്നു എന്ന് കാണുവാൻ എനിക്ക് കഴിയുന്നുണ്ടെങ്കിൽ, ആ കാണുന്ന കാര്യത്തിലൂടെ എനിക്കുണ്ടാകുന്ന വിശ്വാസത്താൽ അവൻ മധ്യാകാശത്തിൽ വെളിപ്പെടുമ്പോൾ ഇന്ന് ദൈവം എനിക്ക് നൽകിയിരിക്കുന്ന ആ കാഴ്ചയിലൂടെ ഉണ്ടാകുന്ന വിശ്വാസം, താൻ ഇപ്പോൾ ആയിരിക്കുന്നത് എങ്ങനെയാണ് എന്ന് അപരിമിത മണ്ഡലത്തിൽ വസിക്കുന്ന തന്നെ കുറിച്ച് കാണുവാൻ, വിശ്വാസ കണ്ണിൽ കാണുവാൻ, പരിമിത മണ്ഡലത്തിനകത്ത് ജീവിക്കുന്ന എനിക്ക് വചനത്തിലൂടെ കാണുവാൻ കഴിയുന്നുണ്ടെങ്കിൽ, പരിശുദ്ധാത്മാവിൽ കാണാൻ കഴിയുന്നുണ്ടെങ്കിൽ, അവന്റെ വരവിലും അവനെ പോലെ തന്നെ നാമും ആകും എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം. അത് ലോകം എന്ത് ചെയ്യുന്നില്ല? അറിയുന്നില്ല. ലോകം അത് കാണുന്നില്ല. നമ്മളത് അവകാശമാക്കും. തേജസ്കരണം അവകാശമാക്കും. അതുകൊണ്ടാണ് അവിടുത്തെ വചനത്തിൽ നേരത്തെ സൂചിപ്പിച്ചത് സകലത്തിനും ലാക്ക്. ആർക്കാണ്? മനുഷ്യൻ കേവലം 70, 80, 100 വയസ്സിനകത്ത് മരണപ്പെട്ടു പോകുന്ന മനുഷ്യൻ എന്തെങ്കിലും കാര്യം ചെയ്യുമ്പോൾ അവൻ അതിന് ലക്ഷ്യമുണ്ടെങ്കിൽ, അഖിലാണ്ടത്തെ സൃഷ്ടിച്ച ദൈവം, മനുഷ്യനെ സൃഷ്ടിച്ച ദൈവം, അവന്റെ ആത്മാവിനെ രക്ഷയ്ക്ക് വേണ്ടി തന്റെ സ്വന്തം പുത്രനെ കാൽവറി ക്രൂസിൽ പരമയാഗമാക്കി തീർത്ത കർത്താവിന്റെ ഹൃദയത്തിൽ ഒരു ലക്ഷ്യമുണ്ട്. സകലത്തിനും ലാക്കും സകലത്തിനും കാരണഭൂതനുമായവൻ അനേക പുത്രന്മാരെ തേജസ്സിലേക്ക് നയിക്കുമ്പോൾ, ഇന്ന് നമ്മൾ പുത്രത്വത്തിന്റെ ആത്മാവ് നമ്മൾ പ്രാപിച്ചിട്ടുള്ളത് കൊണ്ട് നമുക്കൊരു തേജസ്കരണം ഉണ്ട് എന്നുള്ള കാര്യത്തെക്കുറിച്ച് സംശയം വേണ്ട. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. അനേക പുത്രന്മാർ കർത്താവ് എന്ത് ചെയ്യുന്നു? തേജസ്സിലേക്ക് നയിക്കുന്നു. ഗ്ലോറി ടു ഗോഡ്. കർത്താവ് തേജസ്സിലേക്ക് നയിക്കുന്നവരാണ് നമ്മൾ. ഗ്ലോറി ടു ഗോഡ്. ഇന്ന് നമുക്ക് എന്ത് ലഭിച്ചിരിക്കുന്നു? പുത്രത്വം ലഭിച്ചിരിക്കുന്നു. പക്ഷെ ആ തേജസ്കരണത്തിലേക്ക്, ആ കണ്ണിമയ്ക്കുന്നിടയിൽ തേജസ്കരണത്തിലേക്ക് അവരെ എത്തിക്കുക എന്നുള്ളതാണ് വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ ക്രിസ്തുവിൽ നിക്ഷിപ്തമായിരിക്കുന്ന ദൗത്യം. ഗ്ലോറി ടു ഗോഡ്. കർത്താവ് അത് നിവർത്തിക്കും. എവിടെ നിവർത്തിക്കും? മധ്യാകാശത്തിൽ അത് നിവർത്തിക്കും. ഗ്ലോറി ടു ഗോഡ്. നമ്മിൽ ആ നല്ല പ്രവൃത്തി ആരംഭിച്ച ദൈവം തന്റെ നാളിൽ അത് തികയ്ക്കും. തന്റെ നാളിൽ എന്ന് പറയുന്നത് ആ കണ്ണിമയ്ക്കുന്ന ആ ടൈമിൽ എന്ത് ചെയ്യും? തേജസ്കരണം സംഭവിക്കും. ആ കണ്ണിമയ്ക്കുന്നിടയിൽ ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. ക്രിസ്തുവിൽ മരിച്ചവർ പുനരുദ്ധാനം പ്രാപിക്കും. ഗ്ലോറി ടു ഗോഡ്. റോമർക്കെഴുതിയ ലേഖനത്തിൽ അതിന്റെ 8-ാമത്തെ അധ്യായത്തിൽ 22-ാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോൾ, സർവ സൃഷ്ടിയും ഇന്ന് വരെ ഒരുപോലെ ഞരങ്ങി ഈറ്റുനോവോടിരിക്കുന്നു എന്ന് നാം അറിയുന്നു. ഈറ്റുനോവിനെ കുറിച്ച് അവിടെ പറയുകയാണ്. സർവ സൃഷ്ടിയും ഒരുപോലെ ഞരങ്ങിക്കൊണ്ട്
ഈറ്റുനോവോടുകൂടി ഇരിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ആ കണ്ണിമയ്ക്കുന്നിടയിൽ കർത്താവിന്റെ രഹസ്യവരവും മണവാട്ടി സഭ രൂപാന്തരപ്പെടുന്ന ആ സമയത്തെയും സർവ സൃഷ്ടികളും ഒരുപോലെ ഞരങ്ങിക്കൊണ്ടും ഈറ്റുനോവോടുകൂടി, ഈറ്റുനോവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ, അതിന്റെ തീവ്രത എന്ത് ചെയ്യുന്നു? കൂടുകയും പൊടുന്നനെ കുറയുകയും വീണ്ടും പൊടുന്നനെ തീവ്രത കൂടുകയും കുറയുകയും, അങ്ങനെ സമയമെടുത്തതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്? ആ തീവ്രത കൂടുന്ന സമയത്തിൽ ഉടനെ തന്നെ എന്ത് ചെയ്യും? കുട്ടി ജനിക്കുമെന്നുള്ള ചിന്തയിൽ എന്ത് ചെയ്യും? ഇരിക്കും. എന്നാൽ തീവ്രത പെട്ടെന്ന് എന്ത് ചെയ്യും? കുറയും എന്ന് പറയുന്നത് പോലെ കർത്താവിന്റെ വരവിന്റെ ലക്ഷണങ്ങളുടെ തീവ്രത കൂടുകയും എന്നാൽ പൊടുന്നനെ കുറയുകയും, കർത്താവിന്റെ വരവാസനമാണെന്ന് സഭ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു. എന്നാൽ ചില ആത്മാക്കൾ കൂടി രക്ഷ അനുഭവിക്കേണ്ടതിന്റെ ആവശ്യമുള്ളതും വിശുദ്ധീകരണം പ്രാപിക്കേണ്ടുന്നതിന്റെ ആവശ്യകത ഉള്ളതുകൊണ്ടും അതിന്റെ തീവ്രത വീണ്ടും എന്ത് ചെയ്യുന്നു? കുറയുന്നു, കൂടുന്നു. അല്ലെ, ഇത് സർവ സൃഷ്ടികളും, ദൈവത്തിന്റെ സർവ സൃഷ്ടികളും ഒരുപോലെ എന്ത് ചെയ്യുന്നു? ഇത് തിരിച്ചറിയുന്നു. ദൈവമക്കളുടെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യം പ്രാപിക്കുമെന്ന് സൃഷ്ടിക്കറിയാം. ഗ്ലോറി ടു ഗോഡ്. ഈറ്റുനോവോടുകൂടി എന്ത് ചെയ്യുന്നു? അവർ ആയിരിക്കുന്നു. എന്നിട്ട് അടുത്ത് പറയുന്ന വാക്യം ശ്രദ്ധിക്കുക. ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നാമും നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു. ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് ഉണ്ടോ എന്നുള്ളതിന് വ്യക്തമായ തെളിവ് അവന്റെ ഉള്ളിൽ ലഭിച്ചിരിക്കുന്ന ആത്മാവ് അവന്റെ ശരീരത്തിന്റെ തേജസ്കരണത്തിന് വേണ്ടിയിട്ട് ഉള്ളിൽ ഒരു ഞരക്കമുണ്ടെങ്കിൽ നീയാണ് ആത്മാവ് പ്രാപിച്ചിരിക്കുന്ന വിശ്വാസി. ഈ ഞരക്കം ഉള്ളത്തിൽ ഇല്ല എന്നുണ്ടെങ്കിൽ കർത്താവിന്റെ സന്നിധിയിൽ എന്ത് ചെയ്യണം? ആ പുത്രത്വത്തിന്റെ ആത്മാവിനെ എനിക്കും എന്ത് ചെയ്യണം? തരണം. കാരണം ഈ ഞരക്കമില്ലെങ്കിൽ കർത്താവിന്റെ വരവിൽ ആ ശരീരം എന്ത് ചെയ്യത്തില്ല? രൂപാന്തരം പ്രാപിക്കത്തില്ല. കർത്താവേ, നിന്റെ ആത്മാവിനെ ഞങ്ങളുടെ മേൽ എന്ത് ചെയ്യണമേ? ധാരാളമായി പകരണമേ. ഞങ്ങളുടെ ഉള്ളിലും സൃഷ്ടിക്ക് ഞരക്കമുണ്ട്. ദൈവമക്കളുടെ തേജസ് പ്രാപിക്കുന്ന കാര്യത്തെ കുറിച്ച് സർവ സൃഷ്ടിയും ഒരുപോലെ എന്ത് ചെയ്യുന്നു? ഞരങ്ങിക്കൊണ്ട് ഈറ്റുനോവോടെ കാത്തിരിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മപകർച്ച ലഭിച്ചിരിക്കുന്ന ദൈവത്തിന്റെ മക്കളുടെ ഉള്ളിൽ പ്രാപിച്ചിരിക്കുന്ന ആത്മാവ് ഈ ശരീരത്തിന്റെ രൂപാന്തരത്തെ കൊണ്ട് എന്ത് ചെയ്യണം? നിത്യതയിലേക്ക് പ്രവേശിക്കാനുള്ള ഞരക്കമുണ്ടെങ്കിൽ നീയാണ് അഭിഷേകം പ്രാപിച്ച വ്യക്തി. ആ സെക്കൻഡിലേക്ക് വേണ്ടി എന്ത് ചെയ്യണം? കാത്തിരിക്കണം. വരുവാനുള്ളവൻ വരും, താമസിക്കുകയില്ല. അല്ലെ, എന്റെ നീതിമാൻ വിശ്വാസത്താൽ തന്നോടുകൂടെ ജീവിക്കും. കർത്താവിനോടുകൂടെ ജീവിപ്പാൻ നമ്മുടെ ജീവിതത്തിൽ രണ്ട് കാര്യങ്ങൾ സംഭവിച്ചാൽ മാത്രമേ നമ്മൾ കർത്താവിനോടുകൂടി നിത്യതയിൽ പ്രവേശിക്കാൻ കഴിയത്തുള്ളൂ. കർത്താവിന്റെ വരവിൽ നാം തേജസ്കരണം പ്രാപിക്കാത്ത പക്ഷം കർത്താവിന്റെ വരവിൽ നാം എടുക്കപ്പെടത്തില്ല. നമ്മൾ ഭയപ്പെടണം. ഗ്ലോറി ടു ഗോഡ്. ക്രിസ്തുവിൽ നമ്മൾ മരണപ്പെട്ടു പോയാൽ നാം പുനരുദ്ധാനം പ്രാപിക്കാതെ കർത്താവിന്റെ കൂടെ ജീവിപ്പാൻ എന്ത് ചെയ്യത്തില്ല? കഴിയത്തില്ല. അപ്പോൾ ഒരു വിശ്വാസി അവന്റെ ജീവിതത്തെ ലക്ഷ്യം വെക്കേണ്ടിയ ഈ രണ്ട് പ്രധാനപ്പെട്ട കാര്യം. കർത്താവേ, നിന്റെ പുറകിൽ ഞാൻ അനുഗമിച്ചു വരുമ്പോൾ നിന്നോടുകൂടെ നിത്യതയിൽ ചേർക്കപ്പെടണമെങ്കിൽ ആ രൂപാന്തരം എന്റെ ജീവിതത്തിൽ സംഭവിക്കും. ആ പുനരുത്ഥാനം എന്റെ ജീവിതത്തിൽ സംഭവിക്കും. ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും, താമസിക്കുകയില്ല. എന്നാൽ എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. തന്നോടുകൂടെ നിത്യതയിൽ ജീവിക്കുവാനുള്ള കാര്യമായിരിക്കണം നമ്മൾ ക്രിസ്തുവിൽ ഫോക്കസ് ചെയ്യാനുള്ളത്. യോബിന്റെ കാലഘട്ടത്തിൽ യോബ് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. മനുഷ്യൻ മരിച്ചാൽ അവൻ വീണ്ടും ജീവിക്കുമോ? ഒരു വൃക്ഷത്തെ വെട്ടിവിട്ടാൽ അടുത്ത മഴ സമയത്തിൽ അതെന്ത് ചെയ്യും? കിളിർത്തു വരും. മനുഷ്യനോ പ്രാണനെ വിട്ടാൽ പിന്നെ അവൻ എവിടെ? ഒരു വലിയ അന്വേഷണം. ദൈവമില്ലാത്തവർ പോലും, ഗ്ലോറി ടു ഗോഡ്, ശാസ്ത്രത്തെ വിശ്വസിക്കുന്നവർ പോലും മരണത്തിനപ്പുറത്തേക്ക്, അല്ലെങ്കിൽ ഒരു ദിവസം കൂടി എങ്ങനെ ഒരു മനുഷ്യന്റെ ആയുസ് കൂട്ടാം എന്നുള്ളതാണ് ഗ്ലോറി ടു ശാസ്ത്രം എന്ത് ചെയ്യുന്നത്? അന്വേഷിക്കും. പഴയ കാലത്തിൽ ജീവിച്ചിരുന്ന ഫറവോ രാജാക്കന്മാരുടെ ചരിത്രം നമ്മൾ നോക്കുമ്പോൾ അവർ മരണപ്പെടുമ്പോൾ അവരുടെ ശവശരീരം നശിച്ചു പോകാതെ, ജീർണിച്ചു പോകാതെ അതിനെ എംബാം ചെയ്ത് അതിനെ എന്ത് ചെയ്യുന്നു? പിരമിഡുകളിൽ എന്ത് ചെയ്യുന്നു? കൊണ്ട് സൂക്ഷിക്കുന്നു. അതിന്റെ പിന്നിൽ ഒരു രഹസ്യമുണ്ട്. അവർ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ മരണത്തെ അതിജീവിപ്പാനുള്ള ഔഷധം എന്ത് ചെയ്യുന്നില്ല? കണ്ടുപിടിച്ചിരുന്നില്ല. അപ്പോൾ അവരുടെ ചിന്ത എന്താണ്?
ഇനി എന്നെങ്കിലും ഏതാനും കാലത്തിൽ മരിച്ചവരെ ജീവിപ്പിക്കുവാൻ കഴിയുന്ന ഒരു ഔഷധം ഏതെങ്കിലും ഒരു വൈദ്യൻ അല്ലെങ്കിൽ ശാസ്ത്രം കണ്ടെത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ശരീരം ദ്രവിച്ചു പോകാതെ ഇരിക്കുന്നുണ്ടെങ്കിൽ അന്നേരം ഈ ശരീരത്തിലേക്ക് ആ ഔഷധം കൊടുക്കുമ്പോൾ എഴിച്ചു വരാൻ കഴിയുമെന്നുള്ള മിഥ്യയായ വിശ്വാസത്തിലാണ് ആ ശവസംസ്കാരങ്ങൾ ചെയ്തിരുന്നത്. നാളിതുവരെയായിട്ടും അങ്ങനെ ഒരു സ്വപ്നം സാക്ഷാത്കരിക്കുവാൻ തക്കവണ്ണം ഒരു ഔഷധം എന്ത് ചെയ്തിട്ടില്ല, കണ്ടുപിടിച്ചിട്ടില്ല, ഇനി കണ്ടുപിടിക്കാൻ പോകുന്നുമില്ല. അതിനുള്ള ഒരേ ഒരു ഔഷധമാണ് ക്രിസ്തു. ഗ്ലോറി ടു ഗോഡ്. യോബിന്റെ ജീവിതത്തിൽ അങ്ങനെ പറയുമ്പോൾ നാം ചിന്തിച്ചതുപോലെ ഫറവോന്മാർ അങ്ങനെ അവരുടെ ശവസംസ്കാരങ്ങൾ നാളൊരു സമയത്തിൽ അങ്ങനെ ഒരു ഔഷധം ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഈ മരണത്തെ അതിജീവിച്ച് പിന്നെയും എന്ത് ചെയ്യാൻ പറ്റും, ജീവിക്കാൻ കഴിയുമെന്ന് സ്വപ്നം കാണുമ്പോൾ ഇന്നും ശാസ്ത്രലോകം എന്താണ്, മനുഷ്യന് എങ്ങനെ ഒരു ദിവസം കൂടി അവന്റെ ആയുസിന് എന്ത് ചെയ്യാം, നീട്ടി കൊടുക്കാം എന്ന് അവൻ ചിന്തിക്കുമ്പോൾ യോബിന്റെ കാലഘട്ടത്തിന് അനന്തരം 1000 വർഷത്തിന് ഇപ്പുറത്തേക്ക് കോരകപുത്രന്മാരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. സഹോദരൻ ശവക്കുഴി കാണാതെ അവന്റെ പ്രാണനെ വീണ്ടെടുപ്പിന്റെ വില കൊടുക്കുവാൻ ആർക്ക് കഴിയും? അത് അസാധ്യമായ കാര്യമെന്ന് പറയുകയും തങ്ങൾ അവിടെ കുറിച്ചു വയ്ക്കുന്നു, അല്ലെ, എന്റെ പ്രാണനെ വീണ്ടെടുക്കുന്നവൻ ഉണ്ട് എന്നൊരു വിശ്വാസത്തെ എന്ത് ചെയ്യുന്നു, അവിടെ ഡിക്ലെയർ ചെയ്യുന്നു. അല്ലേലു. വീണ്ടും 1000 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ദൈവപുത്രനായ ക്രിസ്തു എന്ത് ചെയ്യുന്നത്, വരുന്നത്. ഹല്ലേലൂയ. നേരത്തെ ചിന്തിച്ചതുപോലെ മനുഷ്യൻ പ്രാണനെ വിട്ടാൽ അവൻ എവിടെ എന്നുള്ളതിന് മറുപടി, സഹോദരൻ ശവക്കുഴി കാണാതെ അവൻ എന്നേക്കുമായി ജീവിച്ചിരിക്കേണ്ടുന്നതിനുള്ള മറുപടി, പഴയ കാലത്തിലെ രാജാക്കന്മാർ ഉൾപ്പെടെ മരണത്തിനപ്പുറത്തേക്ക് ജീവനെ അവർ ആഗ്രഹിക്കുകയും എന്തെങ്കിലും ഒരു മരുന്നുണ്ടാകുന്നുണ്ടെങ്കിൽ അത് ഞങ്ങൾക്കും കൂടി അത് പ്രയോഗിച്ച് ഞങ്ങളെയും ജീവനിലേക്ക് കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കുമ്പോൾ അതിൽ സകല മനുഷ്യന്റെ അല്ലെങ്കിൽ മരണത്തിനപ്പുറത്തേക്കുള്ള നിത്യജീവനെ കുറിച്ചിട്ടുള്ള ചോദ്യങ്ങൾക്ക് മറുപടിയുമായിട്ട് കർത്താവായ യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ യാഗമായി തീർന്നു. അവൻ അടക്കപ്പെട്ട് 3-ാം ദിവസം പുനരുത്ഥാനം ചെയ്ത് മനുഷ്യന് മരണത്തിനപ്പുറത്തേക്ക് ക്രിസ്തുവേശുവിലൂടെ നിത്യജീവൻ ഉണ്ടെന്നുള്ള വിളംബരം 2000 വർഷമായി സകല ജാതികളും ഭാഷകളും ഗോത്രങ്ങളിലുമുള്ളവരോട് ആ സന്ദേശം വിളിച്ചറിയിച്ചു കൊണ്ടിരിക്കുമ്പോൾ യേശുവിൽ വിശ്വസിക്കുന്ന വിശ്വാസികൾ ഉൾപ്പെടെയുള്ളവർക്ക് ഈ തേജസ്കരണത്തെ കുറിച്ചോ ഈ പുനരുദ്ധാനത്തെ കുറിച്ചോ അവർക്ക് അറിയുവാനോ കേൾക്കുവാനോ അന്വേഷിപ്പാനോ ആ വഴിയിൽ ജീവന്റെ മാർഗം ഞാൻ നിനക്ക് കാണിച്ചു തരുമെന്ന് പറയുമ്പോൾ ആ നിത്യജീവന്റെ മാർഗത്തിലേക്ക് നടന്ന് മുന്നേറുവാനോ അവർ ആഗ്രഹിക്കാതെ കേവലം ലോകത്തിൽ തന്നെ പ്രാപിച്ച് ലോകത്തിൽ തന്നെ നശിച്ചു പോകുന്ന ഭൗമികമായ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി കർത്താവിന്റെ പിന്നാലെ ഗമിക്കുന്നവരെ നമുക്ക് കാണാനായിട്ട് കഴിയും. പ്രിയമുള്ളവരെ, നമ്മുടെ കണ്ണ് വഞ്ചിക്കപ്പെട്ടു പോകരുത്. ആ തീഷ്ണതയുള്ള ആത്മീയ കണ്ണായിരിക്കണം നമുക്ക് വേണ്ടിയത്. ലോകം മുഴുവനും അന്ധകാരം മൂടിയിരിക്കുന്നു. മരണത്തിനപ്പുറത്തേക്കുള്ള നിത്യജീവനെ കുറിച്ച് ലോകത്തിന് കാണാൻ കഴിയാതിരിക്കുമ്പോൾ ജാതികളായിട്ടുള്ളവരെ മുഴുവനും അവർ സേവിക്കുന്ന അന്ധകാരത്തിന്റെ ശക്തികൾ അവരുടെ കണ്ണിനെ കൂരിരുട്ടുകൊണ്ട് മൂടി വെച്ചിരിക്കുമ്പോൾ നിത്യ തേജസ് ദൈവത്തിന്റെ മക്കളുടെ മേൽ ഉദിക്കുമ്പോൾ ക്രിസ്തുവേശുവിലൂടെ ഉള്ള രക്ഷയും നീതീകരണവും ശുദ്ധീകരണവും അതിനനന്തരം ഹല്ലേലൂയ പുത്രത്വത്തിന്റെ ആത്മാവിനാൽ തേജസ്കരണവും പ്രാപിക്കുമെന്നുള്ള കാര്യത്തെക്കുറിച്ച് ദൈവത്തിന്റെ ആത്മാവ് ദൈവസഭകളോട് സംസാരിക്കുന്നു. ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. മനുഷ്യൻ കണ്ടെത്തേണ്ടിയ കണ്ടെത്തലുകളുടെ ഏറ്റവും അവസാനം എന്ന് പറയുന്നത് മനുഷ്യൻ മരിച്ചാൽ ജീവിക്കുമോ എന്നുള്ള ചോദ്യത്തിന്റെ മുൻപിൽ ശാസ്ത്രം പകച്ചു നിൽക്കുമ്പോൾ ദൈവശാസ്ത്രം അതിന്റെ മുൻപിൽ ഒരു സത്യത്തെ വെളിപ്പെടുത്തുന്നു. മനുഷ്യൻ മരിച്ചാൽ വീണ്ടും ജീവിക്കും എന്നുള്ള കാര്യം യേശുക്രിസ്തുവിലൂടെ വെളിപ്പെടുത്തുന്നു. ദൈവം നമുക്ക് എഴുതപ്പെട്ട വചനമായി കർത്താവായ യേശുക്രിസ്തു വന്നതിന് അനന്തരം ദൈവമക്കളിലേക്ക് പകരപ്പെടുന്ന എഴുതപ്പെട്ട ദൈവത്തിന്റെ വചനങ്ങൾ ലോകം മൊത്തത്തിൽ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു, അതിങ്ങനെ ജനത്തിലേക്ക് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇറങ്ങിപ്പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇതൊന്നും ഇല്ലാതിരുന്ന കാലഘട്ടങ്ങളിൽ ജീവിച്ചിരുന്ന ഭക്തന്മാർ പുതിയ നിയമസഭയ്ക്ക് ദൈവം വച്ചിരിക്കുന്ന തേജസ്കരണത്തെ കുറിച്ച് എന്ത് ചെയ്തിരുന്നു, അവർ അറിഞ്ഞിരുന്നു. മരിച്ചവർക്കുള്ള പുനരുദ്ധാനത്തെ കുറിച്ച് അവർ അറിഞ്ഞിരുന്നു. അവർ ദൈവത്തെ എന്ത് ചെയ്തിരുന്നു, പ്രസാദിപ്പിച്ചിരുന്നു. ആരാധനയിൽ ദൈവത്തെ എന്ത് ചെയ്തിരുന്നു, സാധിപ്പിച്ചു. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. വിശ്വാസത്താൽ ഹാബേൽ ദൈവത്തെ എന്ത് ചെയ്തു, കയീനിലും ഉത്തമമായ യാഗം അർപ്പിച്ചു.
ദൈവത്തിന്റെ മുൻപാകെ അനുസരണത്തോടു കൂടി എന്ത് ചെയ്തു? ജീവിച്ചു. ആരാധനയിലെ ആ സാക്രിഫൈസ്, ആ ത്യാഗം, തന്നെ യാഗമാക്കിക്കൊണ്ടുള്ള ആരാധനയുടെ മഹത്വം ഹാബേലിന്റെ ജീവിതത്തിൽ എന്ത് ചെയ്തു? വെളിപ്പെടുത്തുന്നു. ദൈവത്തോട് ചേർന്ന് നടക്കുന്ന ഹാനോക്ക് അനുദിനവും, ഹല്ലേലൂയ, അനുദിനവും ഓരോ നിമിഷവും ദൈവത്തോട് ചേർന്ന് നടക്കുന്നതിൽ, ദൈവത്തോടുള്ള കൂട്ടായ്മ ബന്ധത്തിൽ തന്നെ ദൈവം എന്ത് ചെയ്യുന്നു? എന്നേക്കുമായി ദൈവസന്നിധിയിലേക്ക് ചേർക്കപ്പെടുന്ന കാര്യം ഹാനോക്കിന്റെ ജീവിതത്തിലൂടെ നമ്മൾ കാണുന്നു. ഗ്ലോറി ടു ഗോഡ്. ഒരു ന്യായവിധിയെ കുറിച്ചിട്ടുള്ള ഒരു മുന്നറിയിപ്പ് ദൈവം നോഹയ്ക്ക് കൊടുക്കുമ്പോൾ ആ നോഹ എന്ത് ചെയ്യുന്നു? തൻ്റെയും തൻ്റെ കുടുംബത്തിൻ്റെയും സംരക്ഷണത്തിന് വേണ്ടി ഒരു പെട്ടകം എന്ത് ചെയ്യുന്നു? പണിയുന്നു. ഗ്ലോറി ടു ഗോഡ്. ഈ 2000 വർഷമായിട്ടും സംരക്ഷണത്തിന്റെ ഒരു പെട്ടകം ഈ ഭൂമിയിൽ പണിയുന്നുണ്ട്. അതാണ് എടുക്കപ്പെടുവാനുള്ള ദൈവസഭയാകുന്ന ദൈവത്തിന്റെ പെട്ടകം. അനേകം പെട്ടകങ്ങൾ എന്ത് ചെയ്യുന്നു? മനുഷ്യർ പണിയുന്നു. പക്ഷെ എടുക്കപ്പെടുവാനുള്ള പെട്ടകം, ഗ്ലോറി ടു ഗോഡ്, ആയിരിക്കണം ദൈവജനം എന്ത് ചെയ്യേണ്ടിയത്? പണിയപ്പെടാനുള്ളത്. ഗ്ലോറി ടു ഗോഡ്. എടുക്കപ്പെടുവാനുള്ള ദൈവസഭയായിരിക്കണം ദൈവജനം പണിയപ്പെടേണ്ടിയത്. ഗ്ലോറി ടു ഗോഡ്. അപ്പോൾ ന്യായവിധിയെ കുറിച്ചിട്ടുള്ള ഒരു മുന്നറിയിപ്പ് നോഹയ്ക്ക് കിട്ടിയപ്പോൾ നോഹ സംരക്ഷണത്തിന് വേണ്ടിയിട്ടൊരു പെട്ടകം എന്ത് ചെയ്തു? പണിയുന്നു. തനിയെ നിൽക്കേണ്ടി വന്നിട്ടും ഒറ്റയ്ക്ക് 100 ചില്ലറ വർഷം ദൈവം ഏൽപ്പിച്ച ദൗത്യവുമായിട്ട് എന്ത് ചെയ്യുന്നു? നോഹ നിൽക്കുന്നു. ഗ്ലോറി ടു ഗോഡ്. വീണ്ടും നമ്മൾ മനസ്സിലാക്കിയത് അബ്രഹാമിനെ കുറിച്ചിട്ട് നമ്മൾ ചിന്തിപ്പാനിടയായി. അബ്രഹാം ഗ്ലോറി തന്റെ അനുസരണത്തെ കുറിച്ച്, സമ്പൂർണമായ അനുസരണത്തെ കുറിച്ച് നമുക്ക് ചിന്തിപ്പാനിടയായി. തന്റെ ഏകജാതനെ ഇസ്ഹാക്ക്, വാഗ്ദത്ത സന്തതിയായ ഇസ്ഹാക്കിനെ യാഗമർപ്പിക്കാൻ പറയുമ്പോൾ മോറിയ മലയിൽ എന്ത് ചെയ്യുന്നു? താൻ തന്റെ മകനെയും കൂട്ടി എന്ത് ചെയ്യുന്നു? യാത്ര ചെയ്യുകയാണ്. ആ മോറിയ മലയിലേക്ക് കൊണ്ടുപോയി ഹല്ലേലൂയ ആ മകനെ എന്ത് ചെയ്യുന്നു? യാഗമാക്കുന്നു. ഗ്ലോറി ടു ഗോഡ്. ആ യാഗമാക്കുന്ന അനുഭവത്തിൽ വരുമ്പോൾ ദൈവത്തിന്റെ ദൂതൻ എന്ത് ചെയ്യുന്നു? ഹൃദയം കൊണ്ട് അബ്രഹാം ഇസ്ഹാക്കിനെ എന്ത് ചെയ്തു? യാഗമാക്കിയത് ദൈവം അറിഞ്ഞപ്പോൾ അക്ഷരാർത്ഥത്തിൽ ഇസ്ഹാക്കിനെ യാഗമാക്കുവാൻ തക്കവണ്ണം ദൈവം അനുവദിക്കാതെ അബ്രഹാമിന്റെ കൈയെ എന്ത് ചെയ്യുന്നു? തടുക്കുകയാണ്. ഗ്ലോറി ടു ഗോഡ്. തടുക്കുകയും അവിടെ എന്ത് ചെയ്യുന്നു? ഒരു ആടിനെ തനിക്ക് കാണുവാനിടയാകുന്നു. ആ ആടിനെ എന്ത് ചെയ്യുന്നു? ഇസ്ഹാക്കിനെ യാഗപീഠത്തിൽ നിന്ന് മാറ്റിയിട്ട് ആ ആടിനെ എന്ത് ചെയ്യുന്നു? യാഗമർപ്പിക്കുന്നു. എന്നിട്ട് അബ്രഹാം പറഞ്ഞൊരു കാര്യമാണ് യഹോവ ഈരേ, യഹോവ കരുതിക്കൊള്ളും. പ്രിയമുള്ളവരെ, നമുക്ക് വേണ്ടി ദൈവം കരുതിയിരിക്കുന്നത് യേശു ക്രിസ്തുവാണ്. നമുക്ക് വേണ്ടി ദൈവം അബ്രഹാമിന് ദൈവം അവിടെ ഒരു കുഞ്ഞാടിനെ എന്ത് ചെയ്തു? ദൈവം ഒരുക്കി, യാഗത്തിന് വേണ്ടി ഒരുക്കി. ഇസ്ഹാക്കിനെ അബ്രഹാമിന് തിരിച്ചു കിട്ടി എന്ന് പറഞ്ഞതുപോലെ നമുക്ക് നമ്മുടെ ജീവൻ എന്ത് ചെയ്തു? നമുക്ക് തിരിച്ചു കിട്ടുന്നു. ഗ്ലോറി ടു ഗോഡ്. നിത്യ നരകത്തിൽ നിന്ന് നിത്യജീവനിലേക്ക് നമുക്ക് നമ്മുടെ ജീവനെ തിരിച്ചു കിട്ടുന്നു. പകരം അവിടെ യാഗമായത് ആരാണ്? ക്രിസ്തുവാണ്. അബ്രഹാമിന് ഇസ്ഹാക്കിനെ തിരിച്ചു കിട്ടുമ്പോൾ ഒരു ആടിനെ ദൈവം അവിടെ വെളിപ്പെടുത്തുന്നത് വരുവാനുള്ള കുഞ്ഞാടിനെ കുറിച്ചാണ് അവിടെ വെളിപ്പെടുത്തുന്നത്. വരുവാനുള്ള കുഞ്ഞാട് എന്ത് ചെയ്യും? അറുക്കപ്പെടും. ഗ്ലോറി ടു ഗോഡ്. എന്തിനു വേണ്ടി? എൻ്റെ ആത്മാവിന്റെ രക്ഷ നഷ്ടപ്പെട്ടു പോകാതിരിപ്പാൻ, എനിക്ക് എന്നെ തന്നെ നിത്യതയിലേക്ക് എന്നെ തിരിച്ചു കിട്ടുവാൻ എനിക്ക് പകരം യഹോവയായ ദൈവം കരുതിയവനാണ് ക്രൂശിൽ എനിക്ക് വേണ്ടി യാഗമായി തീർന്നത്. പലപ്പോഴും ഈ അബ്രഹാം പറഞ്ഞിരിക്കുന്ന ഈ കാര്യത്തെക്കുറിച്ച് ഗ്ലോറി ടു ഗോഡ് പലപ്പോഴും പലർക്കും ബോധ്യം വരാതെ എന്താണ് പറയുന്നതെന്ന് അറിയാമോ? യഹോവ എന്ത് ചെയ്യും? ഈരെ. യഹോവ എന്ത് ചെയ്യും? കരുതിക്കൊള്ളുമെന്ന് പറഞ്ഞുകൊണ്ട് ഇവന് വേണ്ടിയിട്ട് വേറെ എന്തോ കരുതി വച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് യഹോവ ഈരെ എന്ന് പറഞ്ഞുകൊണ്ട് വേറെ എങ്ങോട്ടോ പോകും. അബ്രഹാമിന് യഹോവ ഈരെ എന്ന് പറഞ്ഞ സന്ദർഭം എവിടെയാണ്? ഉൽപ്പത്തി പുസ്തകം 22-ാമത്തെ അധ്യായത്തിൽ 12-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ അബ്രഹാമിനോട് ദൈവം സംസാരിക്കുന്നു. ബാലന്റെ മേൽ കൈവയ്ക്കരുത്, അവനോടൊന്നും ചെയ്യരുത്. നിന്റെ ഏകജാതനായ മകനെ തരുവാൻ നീ മടിക്കായിക കൊണ്ട് നീ ദൈവത്തെ ഭയപ്പെടുന്നു എന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നു എന്ന് അവൻ അരുളി ചെയ്തു. അബ്രഹാം തലപൊക്കി നോക്കിയപ്പോൾ പിമ്പുറത്ത് ഒരു ആട്ടുകൊറ്റൻ കൊമ്പുകാട്ടിൽ പിടിപ്പെട്ട് കിടക്കുന്നത് കണ്ടു.
അബ്രഹാം ചെന്ന് ആട്ടുകൊറ്റനെ പിടിച്ച് തന്റെ മകന് പകരം ഹോമയാഗം കഴിച്ചു. അബ്രഹാം ആ സ്ഥലത്ത് യഹോവ ഈരെ എന്ന് പേരിട്ടു. അബ്രഹാമിന് തന്റെ മകനെ എന്ത് ചെയ്തു? തിരിച്ചു കിട്ടി. നമുക്ക് നമ്മെ തന്നെ എന്ത് ചെയ്തു? തിരിച്ചു കിട്ടി. എന്തിനു വേണ്ടി? നിത്യതയിലെത്തുവാൻ. ഇല്ലെങ്കിൽ നമ്മൾ എവിടെ പോകുമായിരുന്നു? നിത്യ നരകത്തിൽ പോകുമായിരുന്നു. ഇസ്ഹാക്കിനെ യാഗം അർപ്പിക്കുമ്പോൾ ദൈവം അബ്രഹാമിനെ തടുത്തിട്ട് അബ്രഹാമിന് ഇസ്ഹാക്കിനെ തിരിച്ചു കൊടുത്തതുപോലെ നമുക്ക് നമ്മെ തന്നെ നിത്യതയ്ക്ക് വേണ്ടി എന്ത് ചെയ്യാണ്? തിരിച്ചിൽ നമുക്ക് ലഭിക്കുകയാണ്. എന്ത് നിമിത്തം? നമുക്ക് വേണ്ടി അറുക്കപ്പെട്ട കുഞ്ഞാട് നിമിത്തം. അപ്പൊ യഹോവ ഈരെ എന്ന് പറഞ്ഞാൽ എനിക്ക് വേണ്ടി അറുക്കപ്പെട്ട കുഞ്ഞാടാണ് യഹോവ ഈരെ. ഇതിനെയും പറഞ്ഞുകൊണ്ടാണ് യഹോവ ഈരെ എന്നും പറഞ്ഞുകൊണ്ട് വേറെ അങ്ങോട്ടോ പോകും. മനസ്സിലായി? യഹോവ ഈരെ എന്ന് പറഞ്ഞാൽ എനിക്ക് വേണ്ടി അറുക്കപ്പെട്ട കുഞ്ഞാടാണ് യഹോവ ഈരെ. ക്രൂശിലാണ് യഹോവ ഈരെ. ആ ക്രൂശിൽ കുഞ്ഞാട് അറുക്കപ്പെടുമ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു? നരകത്തിൽ നിന്ന് ഫ്രീ ആവുകയാണ്. പിശാചിന്റെ പിടിയിൽ നിന്ന് ഫ്രീ ആവുകയാണ്. പാപത്തിന്റെ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് നമ്മൾ വിടുവിക്കപ്പെടുകയാണ്. എനിക്ക് വേണ്ടി യഹോവ കരുതിയത് ക്രിസ്തുവിനെ. ഞാൻ രക്ഷ അനുഭവിക്കുവാൻ, ഞാൻ നീതീകരണം അനുഭവിക്കുവാൻ, ഞാൻ ശുദ്ധീകരണം അനുഭവിപ്പാൻ, ഞാൻ തേജസ്കരണം പ്രാപിക്കണമെങ്കിൽ തന്റെ ഏകജാതനായ പുത്രൻ ക്രൂശിൽ പരമയാഗമായി തീരണം എന്നുള്ളതായിരുന്നു പിതാവിന്റെ ഹൃദയത്തിലെ നിശ്ചയം, പിതാവിന്റെ ഹൃദയത്തിലെ ഇഷ്ടം. ഞാൻ രക്ഷ പ്രാപിക്കണമെങ്കിൽ പിതാവിന്റെ ഏകജാതനായവൻ ക്രൂശിൽ യാഗമായി തീരണമെന്നുള്ള ഇഷ്ടത്തിന് പുത്രനാം ക്രിസ്തു ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ഗെത്സമന തോട്ടത്തിൽ ആ മനുഷ്യന്റെ സകല പാപവും അവന്റെ മേൽ ചുമത്തപ്പെട്ടപ്പോൾ രക്തം വേർപ്പായി പുറത്തു വന്നു. എന്റെ പാപം അവനിൽ ചുമത്തപ്പെട്ട സമയത്തിൽ മനുഷ്യൻ തൊടാതെ, ഒരു മനുഷ്യനും ഒരു അടി പോലും കൊടുക്കാതെ, നമ്മൾ വചനത്തിൽ നമ്മൾ നോക്കുമ്പോൾ ക്രിസ്തുവിനെ ക്രൂശീകരിക്കപ്പെടുവാൻ കൊണ്ടുപോകുമ്പോൾ ചാട്ടവാറുകളാലുള്ള അടിയേൽക്കുന്ന സമയത്തിൽ അടികളാൽ രക്തം പുറപ്പെട്ട കാര്യം നമ്മൾ വചനത്തിൽ കാണുന്നു. പക്ഷേ ഒരു മനുഷ്യന്റെ പ്രഹരമേൽക്കാതെ മനുഷ്യന്റെ മാനവകുലത്തിന്റെ സർവ്വപാപവും അവന്റെ മേൽ ചുമത്തപ്പെട്ടപ്പോൾ അവന്റെ രക്തം മനുഷ്യന്റെ കൈകൊണ്ട് തൊടാതെ രക്തം പുറത്തു വന്നു. യഹോവ ഈരെ, എനിക്ക് വേണ്ടി ഉള്ള ദൈവത്തിന്റെ കരുതൽ ഞാൻ കാണുന്നില്ലെങ്കിൽ, ആ തേജസ് ഞാൻ കാണുന്നില്ലെങ്കിൽ എന്റെ കണ്ണുകൊണ്ട് എനിക്ക് എന്ത് പ്രയോജനം? ആ ശബ്ദം ഞാൻ കേൾക്കുന്നില്ലെങ്കിൽ എന്റെ കാതുകൊണ്ട് എനിക്ക് എന്ത് പ്രയോജനം? അവനെ ധ്യാനിക്കാൻ എനിക്ക് കഴിയുന്നില്ലെങ്കിൽ എന്റെ ഹൃദയം കൊണ്ട് എനിക്ക് എന്ത് പ്രയോജനം? ജീവനുള്ള ദൈവത്തെ കാണുവാനുള്ളതായിരിക്കണം കണ്ണ്, ജീവനുള്ള ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാനുള്ളതായിരിക്കണം ചെവി, അവനെ ഉൾക്കൊള്ളുവാനുള്ളതായിരിക്കണം ഹൃദയം. എനിക്ക് വേണ്ടി യഹോവ ഈരെ കരുതി. അവന്റെ വെളിച്ചത്തിൽ സൂര്യൻ ഉദിച്ചു വരുമ്പോൾ ഉണരാത്ത ഒരു ചെടിയുണ്ടോ? പക്ഷികളുടെ ശബ്ദത്തിങ്കൽ ഉണരാത്ത ഒരു ചെവിയുണ്ടോ? നിത്യ തേജസ്സിന്റെ വെളിച്ചം അടിക്കുമ്പോൾ ഉണരാത്ത ഒരാത്മാവുണ്ടോ? അവന്റെ ശബ്ദം കേൾക്കുമ്പോൾ ഉണരാത്തൊരു ചെവിയുണ്ടോ? ജനം അധപ്പതിച്ചു പോകുന്നു. ആത്മാവിന്റെ ശബ്ദം വെളിപ്പെടുമ്പോൾ തുടിക്കാത്തൊരു ഹൃദയമുണ്ടോ? പ്രകൃതി പോലും പ്രകൃതിയുടെ വെളിച്ചവും ശബ്ദവും തിരിച്ചറിയുമ്പോൾ, പ്രകൃതിയെ സൃഷ്ടിച്ച ദൈവം, വെളിച്ചത്തെ സൃഷ്ടിച്ച ദൈവം, ആത്മാവിന്റെ നിത്യ അന്ധകാരത്തിൽ നിന്ന് നിത്യജീവനിലേക്ക് വിളിക്കുന്ന ദൈവത്തിന്റെ തേജസ്, യഹോവയായ ദൈവം നിത്യ തേജസ്സായവൻ, അവൻ നീതി സൂര്യനായി ഉദിക്കുമ്പോൾ രോഗോപശാന്തിയോടുകൂടി അവൻ ഉദിക്കുന്നു. ആത്മാവിന്റെ രോഗത്തെ അവൻ പുറത്താക്കുന്നു. ഗ്ലോറി ടു. പാപരോഗത്തിന് ശാന്തി വരുത്തുന്ന തേജസ്സിന്റെ ഉദയമാണ് ക്രിസ്തുവിൽ കാണുന്നത്. അവൻ രോഗോപശാന്തിയോടുകൂടി ഉദിക്കുമ്പോൾ തൊഴുത്തിൽ നിന്ന് പുറപ്പെടുന്ന പശുക്കിടാങ്ങളെ പോലെ തുള്ളിച്ചാടും. ആ തേജസ് ഒരുവന്റെ ജീവിതത്തിൽ അടിച്ചു കഴിഞ്ഞാൽ അവന്റെ ആത്മാവ് എന്ത് ചെയ്യും? ദൈവസന്നിധിയിൽ തുള്ളിച്ചാടും. അല്ല, കേവലം ഭൗമികമായ ചില അനുഗ്രഹങ്ങൾ ലഭിക്കുമ്പോൾ ഉണ്ടാകുന്ന തുള്ളിച്ചാട്ടം 2 ദിവസം കഴിയുമ്പോൾ അത് നിൽക്കും. എന്നാൽ ആ ദൈവത്തിന്റെ നിത്യ തേജസ് ഒരുവന്റെ ഹൃദയത്തിൽ അതവൻ അനുഭവിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അവൻ നിത്യതയിൽ എടുക്കപ്പെടും വരെയും അതിന്റെ തുടിപ്പ് അവൻ അനുഭവിക്കും, അവൻ അറിയും. അതാണ് ആത്മാവിന്റെ ഞരക്കം, പുത്രത്വത്തിന്റെ ആത്മാവ് ഉള്ളിൽ ലഭിച്ചിരിക്കുന്ന ദൈവത്തിന്റെ മക്കളിൽ സംഭവിക്കുന്ന കാര്യം. അബ്രഹാമിന് അനന്തരം ദൈവം വാഗ്ദത്തത്തെ ഇസ്ഹാക്കിലേക്ക് എന്ത് ചെയ്യുന്നു? പകരപ്പെടും.
ഹല്ലേലൂയ. നമ്മൾ എബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വരുമ്പോൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന ഓരോ വിശ്വാസത്തിന്റെ വീരന്മാരെ കുറിച്ചും ഓരോ വാക്യങ്ങൾ എടുത്താണ് എന്ത് ചെയ്യുന്നത്. ഹാബേലിനെ കുറിച്ച് ഒരു വാക്യമാണ്, ആനോക്കിനെ കുറിച്ച് ഒരു വാക്യമാണ്, നോഹയെ കുറിച്ച് ഒരു വാക്യമാണ്. എന്നാൽ വിശ്വാസത്തിന്റെ പിതാവായ അബ്രഹാമിനെ കുറിച്ച് 12 വാക്യങ്ങൾ അതിനകത്ത് എടുത്തിട്ടുണ്ട്. വീണ്ടും ഇസഹാക്കിനെ കുറിച്ച് എഴുതുമ്പോൾ ഒരു വാക്യം, യാക്കോബിനെ കുറിച്ച് എഴുതുമ്പോഴും ഒരു വാക്യം. പക്ഷെ ഓരോ വാക്യത്തിലും നിരവധി ആത്മീയാർത്ഥങ്ങൾ ദൈവത്തിന്റെ ആത്മാവ് എന്തിയിരിക്കുന്നു, രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനെല്ലാം കീ വേർഡ് എന്ന് പറയുന്നത് 10-ാമത്തെ അധ്യായത്തിന്റെ 37-ാമത്തെ വാക്യത്തിലാണ്. ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും, താമസിക്കുകയില്ല. 38-ാം വാക്യം, എന്നാൽ എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. പഴയ നിയമത്തിലെ ഭക്തന്മാരെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പുതിയ നിയമത്തിലെ വിശ്വാസികൾക്ക് ബോധ്യം വരുത്താൻ പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യുന്നു, ശ്രമിക്കുന്ന കാര്യമാണ്. പുതിയ നിയമത്തിലെ വിശ്വാസികൾ ആരെയാണ് കാണുന്നത്? ക്രിസ്തുവിൽ കണ്ടിരിക്കുന്ന 2 കാര്യങ്ങൾ എന്താണ്? തേജസ്കരണവും പുനരുദ്ധാനം. ഈ 2 കാര്യങ്ങൾ നിങ്ങൾക്ക് അവകാശമാക്കാൻ കഴിയുമെന്ന് പരിശുദ്ധാത്മാവ് പഴയ നിയമത്തിലെ ഭക്തന്മാരെ എടുത്തിട്ട് എന്ത് ചെയ്യാണ്, വെളിപ്പെടുത്തി തരികയാണ്. എന്തൊരു കാര്യമല്ലേ! പഴയ നിയമത്തിലുള്ളവർക്ക് ഈ തെളിച്ചവും വെളിച്ചവും എന്ത് ചെയ്തിട്ടില്ല, കിട്ടിയിട്ടില്ല. പുതിയ നിയമത്തിലെ സഭയിലുള്ളവർക്കോ ഈ തെളിച്ചവും വെളിച്ചവും വളരെ വ്യക്തമായിട്ട് ദൈവവചനത്തിലൂടെ വെളിപ്പെടുത്തിയിട്ട് ഇവർക്ക് ഈ കാര്യത്തിന്റെ സത്യാവസ്ഥയെ ബോധ്യപ്പെടുത്താൻ പ്രമാണം ലഭിച്ചിട്ടില്ലാത്ത കാലഘട്ടത്തിലെ ഭക്തന്മാർ, ന്യായപ്രമാണം പോലും അബ്രഹാം കഴിഞ്ഞ് 430 വർഷത്തിന് ശേഷമാണ് ന്യായപ്രമാണം എന്ത് ചെയ്യുന്നത്, കൊടുക്കുന്നത്. ന്യായപ്രമാണത്തിനു മുൻപും വിശ്വാസത്താലുള്ള നീതീകരണത്തെ എന്നുള്ള സുവിശേഷം അബ്രഹാമിന് ന്യായപ്രമാണത്തിന് മുൻപ് കൂട്ടി അറിയിച്ചു. യേശുക്രിസ്തുവിലൂടെയുള്ള നിത്യജീവൻ അവകാശമാക്കുവാൻ കഴിയുമെന്നുള്ള സന്ദേശം. ന്യായപ്രമാണം ലഭിക്കുന്നതിന് 430 വർഷം പുറകിൽ ജീവിച്ചിരുന്ന അബ്രഹാം, ആദാമിന് ശേഷം 2000 വർഷം 2000 BC 2004 അബ്രഹാമിന്റെ ജനനം എന്നാണ് പറയുന്നത്. ഹല്ലേലൂയ. ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന അബ്രഹാം, പ്രമാണം ലഭിക്കാതിരുന്ന അബ്രഹാം, പുതിയ നിയമത്തിലെ യാതൊരു ശുശ്രൂഷകളും അറിയാതിരുന്ന അബ്രഹാം, യേശുക്രിസ്തുവിന്റെ ജനനവും ക്രൂശുമരണവും പുനരുദ്ധാനവും അറിയാതിരുന്ന അബ്രഹാം, ഗ്ലോറി ടു ഇസഹാക്ക്, യാക്കോബ്, ഗ്ലോറി ടു ഗോഡ്. അതിന് അബ്രഹാമിന് മുമ്പ് ജീവിച്ചിരുന്ന ഗ്ലോറി ടു ഗോഡ് ഹാബേല്, ഹാനോക്ക്, നോഹ എന്നിത്യാദിയുള്ളവർ പുതിയ നിയമത്തിലെ യാതൊരു വെളിപ്പാടും ഇല്ലാതിരുന്ന ആൾക്കാര് ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ അവർ അവകാശം പ്രാപിച്ച നിത്യജീവന് പുതിയ നിയമസഭയിലുള്ള വിശ്വാസികൾക്ക് ബോധ്യം വരുത്താൻ അവരെ എടുത്ത് എന്ത് ചെയ്യാണ്, പരിശുദ്ധാത്മാവ് എഴുതുകയാണ്. എന്നിട്ടും ആൾക്കാർക്ക് എന്ത് ചെയ്യുന്നില്ല, ബോധ്യം വരുന്നില്ല. കാരണം എന്താണ്? മറ്റൊരു സുവിശേഷത്തിലേക്ക് മറിഞ്ഞു, മറ്റൊരു യേശുവിന്റെ പിറകിൽ ഇവരെന്ത് ചെയ്തു, പോയി. അതുകൊണ്ട് ഇവർ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ഈ കാര്യബോധ്യം കൊടുക്കാൻ കഴിയുന്നില്ല. മറ്റൊരു സുവിശേഷത്തിലേക്ക് പോയാൽ നിത്യജീവൻ കിട്ടുമോ? നിത്യജീവൻ കിട്ടാനുള്ള സുവിശേഷം ആയിരിക്കണം നമ്മൾ ദൈവവചനത്തിൽ നിന്ന് എന്ത് ചെയ്യാൻ, പ്രാപിക്കാനുള്ളത്. പറയുന്ന മനസ്സിലാവുന്നുണ്ടോ? കൈവിടപ്പെട്ടു പോയാൽ എന്നേക്കുമായിട്ടുള്ള കൈവിടപ്പെടലാണെന്നുള്ള കാര്യം മനസ്സിലാക്കണം. കർത്താവിന്റെ വരവിൽ എടുക്കപ്പെടുന്നില്ലെങ്കിൽ എന്നേക്കുമായിട്ടുള്ള കൈവിടപ്പെടലാണെന്നുള്ള കാര്യം മനസ്സിലാക്കണം. കർത്താവിന്റെ വരവിൽ പുനരുദ്ധാനം സംഭവിക്കുന്നില്ലെങ്കിൽ പിന്നെ നിത്യമായ 2ാം മരണത്തിലേക്ക് പിന്നെ പുനരുദ്ധാനം എന്ത് ചെയ്യുന്നുള്ളൂ, പ്രാപിച്ചു വരുന്നുള്ളൂ. 2ാം പുനരുദ്ധാനം എപ്പോൾ സംഭവിക്കും? 1000 ആണ്ട് വാഴ്ചയ്ക്ക് ശേഷമാണ് 2ാം പുനരുദ്ധാനം സംഭവിക്കുന്നത്. ഈ 2ാം പുനരുദ്ധാനം സംഭവിക്കുന്ന ആരായിരുന്നാലും അവർ നിത്യ നരകത്തിലേക്ക് എന്ത് ചെയ്യത്തുള്ളൂ, പോകത്തുള്ളൂ. 1ാം പുനരുദ്ധാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാൻ. 2ാം മരണം അവനെ എന്ത് ചെയ്യത്തില്ല, തൊടുകയില്ല. നിത്യനരകം എന്നുള്ളത് അവനെ എന്ത് ചെയ്യത്തില്ല, തൊടുകയില്ല. അത് അവകാശമാക്കുവാനായിരിക്കണം ഓടുവാൻ. അതിന് പൂർവ്വപിതാക്കന്മാർ എന്ത് ചെയ്തിരുന്നു, സാക്ഷ്യപ്പെടുത്തിയിരുന്നു. സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നു എന്ന് 12-ാമത്തെ അധ്യായത്തിൽ എന്ത് ചെയ്യുന്നു, പറയുന്നുണ്ട്. അവിടെ നമ്മൾ വായിച്ചത് അബ്രഹാം എന്ത് ചെയ്തു, തല പൊക്കി നോക്കിയപ്പോഴാണ് ആടിനെ കണ്ടതെങ്കിൽ ഈ വിഷയങ്ങൾക്കെല്ലാം മകളിലൂടെ ഒന്ന് തല പൊക്കി നോക്കിയാലേ എനിക്ക് വേണ്ടി ക്രൂശിൽ കരുതിയിരിക്കുന്ന അറുക്കപ്പെട്ട കുഞ്ഞാടിനെ കാണുവാൻ കഴിയത്തുള്ളൂ. തല പൊക്കി എന്ത് ചെയ്യണം, നോക്കണം. ഞാൻ പറയുന്ന മനസ്സിലാണോ? ഇസ്ഹാക്കിനെ കുറിച്ച് അവിടെ വായിക്കുന്നത് എബ്രായർ 11-20 വാക്യം. വിശ്വാസത്താൽ ഇസഹാക്ക് യാക്കോബിനെയും ഏശാവിനെയും ഭാവി കാലം സംബന്ധിച്ച് അനുഗ്രഹിച്ചു. ഭാവി കാലം സംഭവിച്ചെന്ത് ചെയ്തു, അനുഗ്രഹിച്ചു. ദൈവം പറഞ്ഞ കാര്യം ഭാവിയിൽ എന്ത് ചെയ്യും, സംഭവിക്കും എന്നുള്ള വിശ്വാസം. കർത്താവ് ക്രൂശ് മരണത്തിലേക്ക് പോയപ്പോൾ ശിഷ്യന്മാരുടെ ഹൃദയം എന്ത് ചെയ്തു, കലങ്ങി. എന്താണ് കലങ്ങാൻ കാരണം?
നാളെ ഞാൻ എങ്ങനെ അത്ഭുതം കാണുമോ എന്നുള്ളതല്ല, നാളെ ഞാൻ എങ്ങനെ അപ്പം തിന്നും, നാളെ ഞാൻ എങ്ങനെ നല്ല വറുത്ത മീൻ കഴിക്കും എന്നുള്ളതല്ല ശിഷ്യന്മാരുടെ ഹൃദയത്തിലെ കലക്കം. എന്തായിരുന്നു കലക്കം? മരണത്തിലേക്കാണ് ക്രിസ്തു എന്ത് ചെയ്യാൻ പോകുന്നത്. കർത്താവെല്ലാം പറഞ്ഞു ശിഷ്യന്മാരോട്, ഞാൻ എന്ത് ചെയ്യുന്നു, മരണത്തിലേക്ക് എന്ത് ചെയ്യാൻ പോകുന്നു. ശിഷ്യന്മാരുടെ ഹൃദയം കലങ്ങി. കാരണം അപ്പുറത്തോട്ട് പോയവന് ഇപ്പുറത്ത് എന്ത് ചെയ്തിട്ടില്ല, വന്നിട്ടില്ല. യേശു പറഞ്ഞ എന്താണ്? ഞാൻ പോവുകയും ഞാൻ തിരികെ വരികയും ചെയ്യും. ഹല്ലേലൂയ. നിങ്ങളുടെ ഹൃദയം എന്ത് ചെയ്യരുത്, കലങ്ങിപ്പോകരുത്. യേശു പോവുകയും തിരികെ വരികയും ചെയ്യും. അതുപോലെ നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകാതിരിക്കാൻ കർത്താവ് പറഞ്ഞ എന്താണ്? നിങ്ങളുടെ ആത്മാവിന്റെ രക്ഷയെക്കുറിച്ചും നിങ്ങൾ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടാൽ നിങ്ങൾ എവിടെ ആയിരിക്കും എന്നുള്ള കാര്യത്തെക്കുറിച്ചും നിങ്ങളുടെ ഹൃദയം എന്ത് ചെയ്യണ്ട, കലങ്ങിപ്പോകേണ്ട ആവശ്യമില്ല. പിതാവിൽ വിശ്വസിപ്പിൻ, ജീവന്റെ സ്രോതസ്സായ പിതാവിൽ എന്ത് ചെയ്യും, വിശ്വസിപ്പിൻ. അവനിൽ നിന്ന് ഞാൻ എന്ത് ചെയ്യും, മടങ്ങി വരും എന്നാണ് യേശു എന്ത് ചെയ്തത് പറഞ്ഞത്. പിതാവിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. കാരണം യേശു ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ കർത്താവ് എന്ത് ചെയ്തു, ഫിസിക്കൽ ബോഡി എന്ത് ചെയ്തിട്ടുണ്ട്, രൂപാന്തരപ്പെട്ട് കാണിച്ചിട്ടുണ്ട്. യേശു ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ മരണപ്പെട്ടു പോയ ലാസറിനെ കർത്താവ് എന്ത് ചെയ്തു, ഉയർപ്പിച്ചിട്ടുണ്ട്. മരണത്തിൽ പോയ ബാലക എന്ത് ചെയ്തിട്ടുണ്ട്, കർത്താവ് യായിറോസിന്റെ മകളെ എന്ത് ചെയ്തു, കർത്താവ് ഉയർപ്പിച്ചിട്ടുണ്ട്. ഗ്ലോറി ടു ഗോഡ്, ഹല്ലേലൂയ. അപ്പോൾ ജീവന്റെ സ്രോതസ്സായ പിതാവിൽ നിങ്ങൾ എന്ത് ചെയ്യുവിൻ, വിശ്വസിപ്പിൻ. ഞാൻ ചെയ്ത കാര്യത്തെ നിങ്ങൾ എന്ത് ചെയ്യുവിൻ, വിശ്വസിപ്പിൻ. ഞാൻ മരണത്തിലേക്ക് പോകുകയും ജീവന്റെ സ്രോതസ്സായ പിതാവിനാൽ ഞാൻ എന്ത് ചെയ്യും, പുനരുദ്ധാനം പ്രാപിച്ച് വീണ്ടും നിങ്ങളുടെ അടുക്കൽ എന്ത് ചെയ്യും, മടങ്ങി വരും. നിങ്ങളുടെ ഹൃദയം എന്ത് ചെയ്യരുത്, കലങ്ങിപ്പോകും. ഇന്ന് ആൾക്കാര് ആവശ്യമില്ലാത്ത കാര്യങ്ങളെല്ലാം വലിച്ചു കൂട്ടി വെച്ചിട്ട് ഹൃദയം കലക്കിയിട്ട് ദൈവസന്നിധിയിൽ വന്നിരുന്നിട്ട് ആകപ്പാടെ വിഷമിക്കുമ്പോഴത്തേക്ക് ശുശ്രൂഷക്കാരും ചിലപ്പോൾ പറയണത്, നിങ്ങളുടെ ഹൃദയം എന്ത് ചെയ്യണ്ട, കലങ്ങിപ്പോകണ്ട, പിതാവിൽ വിശ്വസിപ്പിൻ, പുത്രനിൽ വിശ്വസിപ്പിൻ. അവിടെ പറയുന്ന വചനം എന്താണ്? പിതാവിൽ നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, പിതാവിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഭവനം ഒരുക്കാൻ പോകുന്നു. നിങ്ങളുടെ ഈ ഫിസിക്കൽ ബോഡി ആയിരിക്കുന്ന ഈ ഭവനം 70, 80, 90, 100 ആകുമ്പോൾ എന്ത് ചെയ്യും, ഇത് പൊളിഞ്ഞു പോകും. നിങ്ങളായിരിക്കുന്ന ഈ കൂടാരം എന്ത് ചെയ്യും, പൊളിഞ്ഞു പോകും. പൗലോസ് അപ്പോസ്തലൻ അത് പറയുന്നു. ഈ കൂടാരമായ ഭൗമഭവനം അഴിഞ്ഞു പോയാൽ, അപ്പൊ ഭൗമഭവനം എന്ത് ചെയ്യും, അഴിഞ്ഞു പോകും. ഇത് കൂടാരത്തെ പോലെയാണ് ഇതിനെ എന്ത് ചെയ്യുന്നത്, ചിത്രീകരിക്കുന്നത്. കൂടാരം എപ്പോഴും, കൂടാരം കാറ്റടിക്കുമ്പോൾ അങ്ങോട്ട് മറിയും ഇങ്ങോട്ട് അറിയും. കുറെ പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ആയതിനു ശേഷം തന്നെ പിഴുതങ്ങ് വീഴും. ഇതാണ് മനുഷ്യന്റെ ഫിസിക്കൽ ബോഡി. ഒരു ജലദോഷം അടിച്ചാൽ മതി, ഇങ്ങോട്ട് ചായും. ഒരു പനി അടിക്കുമ്പോൾ അങ്ങോട്ട് ചായും. സ്വത്രം 100 ആയി, 102 ആയി, 104 ആയി, 106 ആകുമ്പോൾ ആളെന്ത് ചെയ്യും, പോവും. കൂടാരം എന്ത് ചെയ്യും, പൊളിയും. പണ്ട് മൂർഖം പാമ്പ് കൊത്തിയാൽ ആൾക്കാരെന്ത് ചെയ്യും, മരണപ്പെടും. കുറച്ചു കാലം കൂടെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഡോക്ടർമാരെല്ലാം ഈ സ്റ്റെതസ്കോപ്പ് ഒക്കെ വെച്ചിട്ട്, അല്ലെങ്കിൽ വലിയ മെഷീനറിയും കാര്യങ്ങളെല്ലാം വെച്ചിട്ട് സ്കാൻ ചെയ്തും അത് ചെയ്ത് എല്ലാം ചെയ്ത് നോക്കിയിട്ട് അവസാനം അവർ പറയുന്നത് എന്താണ്, അറിയിക്കാനുള്ളവരെയൊക്കെ അറിയിച്ചോളാൻ പറയും. എന്താണ് കാരണമെന്ന് ചോദിക്കുമ്പോഴത്തേക്കും കൊതുക് കുത്തിയതാണ്. കൊതുക് കുത്തിയതിന് ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, പരിഹാരം വരുത്താൻ കഴിയുന്നില്ല എന്ന്. ഇപ്പോഴോ അതിനെക്കാട്ടി കുറച്ചുകൂടെ അഡ്വാൻസ് ആയി. കൊതുക് പോലും കുത്തണ്ട. പണ്ട് പാമ്പ് കടിച്ചാണ് മരണം, പിന്നെ കൊതുക് കുത്തിയ. ഇപ്പോഴോ വൈറസ് തൊട്ടാൽ മതി. ഭൂത കണ്ണാടി വെച്ചാൽ പോലും കാണാത്ത സാധനം കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, മനുഷ്യനെ ഇതാന്ന് പറയുന്ന പോലെ എന്ത് ചെയ്തു, ലക്ഷക്കണക്കിന് ആൾക്കാർ എന്ത് ചെയ്തു മാറ്റും. വൈദ്യശാസ്ത്രം എന്ത് ചെയ്തു, കെട്ടിപ്പഴുതു വച്ചിരിക്കുന്ന സകല സംവിധാനങ്ങളെയും ഒരു അണക്കെട്ട് പൊട്ടിച്ചുകൊണ്ട് വെള്ളം എന്ത് ചെയ്യുന്നു, ഒഴുകുന്നത് പോലെ മനുഷ്യൻ കണ്ടുപിടിച്ച എല്ലാ സംവിധാനങ്ങളെയും പൊട്ടിച്ചെടുത്തുകൊണ്ടൊരു പോക്ക് പോയി ഈ വൈറസ്. ഇന്നും അതിനെ പിടിച്ചു കെട്ടാൻ എന്ത് ചെയ്യുന്നില്ല, കഴിയുന്നില്ല. പുതിയ പുതിയ വൈറസുകൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ കൂടാരമായ ഭൗമഭവനത്തിന് ഇത്രയൊക്കെ ശക്തി ഉള്ളൂ. എത്ര ഉറച്ചു നിന്നാലും ഒരു ശ്വാസം. വെള്ളത്തിലെ കുമിളം, വയലിലെ പുല്ല് പോലെ, ഒരു നിഴല് പോലെ ഇതെന്ത് ചെയ്യുന്നു, കഴിയും. അപ്പൊ കർത്താവ് പറഞ്ഞ എന്താണ്, നിങ്ങൾക്ക് ശാശ്വതമായ ഒരു ഭവനം വേണം. ഞാൻ ആ ശാശ്വതമായ ഭവനത്തെ നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ടാണ് ക്രൂശ് മരണത്തിലേക്ക് എന്ത് ചെയ്യുന്നത്, പോകുന്നത്. ഞാൻ പോവുകയും ഞാൻ പുനരുദ്ധാനത്തിലൂടെ മടങ്ങി വരികയും നിങ്ങളെ എൻ്റെ അടുക്കൽ നിത്യമായിട്ട് എന്ത് ചെയ്യും, ചേർത്ത് കൊള്ളുകയും ചെയ്യും. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞ്, കൂടാരമായ ഞങ്ങളുടെ ഈ ഭൗമഭവനം ഈ നേരത്തെ പറഞ്ഞതുപോലുള്ള എന്ത് കാരണം കൊണ്ടായിരുന്നാലും മാറ്റപ്പെട്ടാൽ നശിച്ചു പോകാത്ത ഒരു നിലനിൽക്കുന്ന കെട്ടിടം. ഭൗമഭവനം കൂടാരത്തെ പോലെയും നിത്യമായ ഭവനം കെട്ടിടം പോലെ സ്ട്രോങ് ആയിട്ടുള്ളത്. ഇത് നൽകുവാനാണ് കർത്താവ് എന്ത് ചെയ്ത് ക്രൂശിൽ പോയത്. കർത്താവ് എന്ത് ചെയ്ത് പുനരുദ്ധാനം പ്രാപിച്ചത്. അതുകൊണ്ട് നിങ്ങളുടെ ഹൃദയം എന്ത് ചെയ്യരുത്,
കലങ്ങിപ്പോകരുത്. പിതാവിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഭവനം ഒരുക്കാൻ പോകുന്നു. ഞാൻ പോയി ഭവനം ഒരുക്കിയതിന് അനന്തരം മടങ്ങി വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ എന്നേക്കുമായി ചേർത്തുകൊള്ളും. അതുകൊണ്ടാണ് വിശ്വാസത്തോടെ ഏറ്റുപറയാൻ കഴിയേണ്ടിയത്, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകും. അവിടെ നിന്ന് കർത്താവായ യേശുക്രിസ്തു വീണ്ടും വരുമെന്നും നാം അറിയുന്നു. ആ വരവിൽ, ആ കണ്ണിമയ്ക്കുന്നിടയിൽ കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും സ്വർഗത്തിൽ നിന്ന് എഴുന്നള്ളുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കും. പിന്നെ ജീവനോടെ ശേഷിച്ചിരിക്കുന്നവരായ നാം തേജസ്സിൽ രൂപാന്തരപ്പെട്ടെടുക്കപ്പെടും. ഗ്ലോറി ടു ഗോഡ്. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. അവിടെ നിന്ന് കർത്താവായ യേശുക്രിസ്തു വരുമെന്നും തന്റെ മഹത്വം നമുക്കും പ്രാപിക്കുവാൻ കഴിയും എന്നും ദൈവത്തിന്റെ വചനത്തിലൂടെ വളരെ വ്യക്തമായി നമ്മളോട് എന്ത് ചെയ്യുന്നു? ഇടപെടുന്നു. ഇത് നമുക്ക് അവകാശമാക്കാൻ കഴിയുന്നത് വിശ്വാസത്താലാണ്. ഇവിടെ വായിക്കുന്നു, വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവും. നമ്മൾ ആശിക്കുന്നത് എന്താണ്? കർത്താവിന്റെ വരവ്. ആ ആശിക്കുന്ന കാര്യം കർത്താവിന്റെ വരവിൽ എന്താ സംഭവിക്കുന്നത്? നമ്മളുടെ തന്നെ ഈ ഫിസിക്കൽ ബോഡി എന്ത് ചെയ്യും? രൂപാന്തരപ്പെടും. അതാണ് നമ്മൾ ക്രിസ്തുവിൽ ആശിക്കുന്നത്. ആ ആശിക്കുന്ന കാര്യത്തിൽ എനിക്കെന്നുണ്ട് ഉറപ്പുണ്ട്. ആ കാണാത്ത കാര്യത്തിൽ എനിക്കെന്നുണ്ട് നിശ്ചയമുണ്ട്. അവന്റെ വരവിൽ ഹല്ലേലൂയ എനിക്ക് നിശ്ചയമുണ്ട്. വചനത്തിലൂടെ നിശ്ചയം. ആ വരവിൽ എന്ത് സംഭവിക്കും എന്നുള്ളതും എനിക്കെന്നുണ്ട് നിശ്ചയമുണ്ട്. കർത്താവ് വരും എന്നുള്ള കാര്യം മാത്രമല്ല എനിക്ക് നിശ്ചയം, അവന്റെ വരവിൽ എനിക്ക് എന്ത് സംഭവിക്കും എന്നുള്ള കാര്യത്തിലും എനിക്ക് നിശ്ചയമുണ്ട്. ഗ്ലോറി ടു ഗോഡ്. ആ ദൈവമക്കളുടെ തേജസ് ലോകം ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല, കണ്ടിട്ടില്ല. പക്ഷെ അത് സംഭവിക്കും എന്നുള്ള കാര്യം വിശ്വാസത്താൽ നമ്മൾ അതെന്ത് ചെയ്യുന്നു? അറിയുന്നു. വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം. അബ്രഹാമിന് ദൈവം ഈ വാഗ്ദത്തം വിശ്വാസത്താൽ കൊടുക്കുമ്പോൾ അടുത്ത തലമുറയിലേക്ക് അബ്രഹാം എന്ത് ചെയ്യുന്നു? ആ വിശ്വാസത്തെ പകുത്തു കൊടുക്കുകയാണ്. ദർശനം അടുത്ത തലമുറയിലേക്ക് കൊടുക്കുന്നു. ഇസഹാക്കിലേക്ക് പകരപ്പെടുന്നു. പ്രിയമുള്ളവരെ, നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന ക്രിസ്തുവേശുവിലൂടെയുള്ള ഈ വിശ്വാസത്തെ, നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന ഈ ദർശനത്തെ നമ്മൾ അബ്രഹാം ഇസഹാക്കിലേക്ക് പകുത്തു കൊടുത്തതുപോലെ, പകർന്നു കൊടുത്തതുപോലെ നമ്മൾ പകർന്നു കൊടുക്കണ്ടയോ? അബ്രഹാമിന്റെ ദർശനം എന്ത് ചെയ്തു? ഇസഹാക്കിലേക്ക് പകർന്നു കൊടുക്കുന്നു. ദൈവം പറഞ്ഞത് ഭാവിയിൽ സംഭവിക്കും എന്നുള്ള വിശ്വാസം പകർന്നു കൊടുക്കുന്നു. ദൈവം പറഞ്ഞ കാര്യം ഭാവിയിൽ സംഭവിക്കും എന്ന് ഇസഹാക്കും എന്ത് ചെയ്യുന്നു? വിശ്വസിക്കുന്നു. ഗ്ലോറി ടു ഗോഡ്. വിശ്വാസം കൈമാറ്റപ്പെടണം. ദർശനം കൈമാറ്റപ്പെടണം. ദർശനം കൈമാറ്റപ്പെടണമെങ്കിൽ അബ്രഹാം പുതുക്കപ്പെടേണ്ട ആവശ്യമുണ്ടായിരുന്നു. സാറ പുതുക്കപ്പെടേണ്ട ആവശ്യമുണ്ടായിരുന്നു. പുതുക്കപ്പെടുന്ന ദൈവത്തിന്റെ മക്കൾക്ക് അവർക്ക് ദൈവം കൊടുത്തിരിക്കുന്ന വിശ്വാസത്തെ മറ്റുള്ളവരിലേക്ക് പകരുവാൻ കഴിയും. ഹല്ലേലൂയ. ദർശനം ആർക്കാണ് മറ്റുള്ളവരിലേക്ക് പകരാൻ കഴിയുന്നത്? പുതുക്കം പ്രാപിക്കുന്ന ദൈവത്തിന്റെ മക്കൾക്ക് യഥാർത്ഥമായ ദർശനം അബ്രഹാം ഇസഹാക്കിന് പകുത്തു കൊടുത്തതുപോലെ, പകർന്നു കൊടുത്തതുപോലെ പകരുവാൻ കഴിയും. ഇവിടെ നമ്മൾ വായിക്കുന്നത് ഇസഹാക്ക് എന്ത് ചെയ്തു? ഭാവി കാലം സംബന്ധിച്ച് യാക്കോബിനെയും ഏശാവിനെയും എന്ത് ചെയ്തു? അനുഗ്രഹിച്ചു. ഭാവി കാലം, നല്ലൊരു ഭാവി നിനക്ക് എന്ത് ചെയ്യട്ടെ, ഉണ്ടാകട്ടെ എന്നുള്ള അനുഗ്രഹമല്ല അബ്രഹാമിന് ദൈവം കൊടുത്ത വാഗ്ദത്തം. കനാൻ എന്നുള്ള ദേശം, അക്ഷരികമായ കനാനല്ല, അതിനപ്പുറത്തേക്ക് നിത്യമായ കനാൻ എന്നുള്ള കാര്യത്തെ കുറിച്ചിട്ടുള്ള ദർശനം അബ്രഹാമിന് ദൈവം കൊടുത്തത്. അത് വാഗ്ദത്ത സന്തതിയായ ഇസഹാക്ക്. ഇസഹാക്ക് എന്ത് ചെയ്തു? അത് വീണ്ടും ആരിലേക്ക് കൈമാറ്റം ചെയ്യുന്നു? യാക്കോബിനെ. യാക്കോബിനെയും ഏശാവിനെയും അബ്രഹാം എന്ത് ചെയ്തിട്ടുണ്ട്? അനുഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ അത് വായിക്കുമ്പോൾ ആ അനുഗ്രഹത്തിന്റെ വ്യത്യാസം നമുക്ക് കാണാൻ പറ്റും. യാക്കോബിനെ അനുഗ്രഹിച്ച അനുഗ്രഹവും ഏശാവിനെ അനുഗ്രഹിച്ച അനുഗ്രഹത്തിനകത്ത് എന്തുണ്ട്? ശാപത്തിന്റെ വാക്കുകളുണ്ട്. കാരണം എന്താണ്? അനുഗ്രഹം എന്ത് ചെയ്തു? വഞ്ചിക്കപ്പെട്ട അനുഭവത്തിൽ യഥാർത്ഥ അനുഗ്രഹം ആരിലേക്ക് കൈമാറ്റം ചെയ്തു? യാക്കോബിന്. ഒരു ഊണിന് വേണ്ടി ഏശാവ് എന്ത് ചെയ്യുന്നു? ജ്യേഷ്ഠാവകാശം നഷ്ടപ്പെട്ടു. ദൈവം ഇന്നും നമുക്ക് എന്ത് ചെയ്തിരിക്കുന്നു? ദൈവത്തിന്റെ വചനം എന്ന വിത്ത് എന്ത് ചെയ്തിരിക്കുന്നു? നല്ല നിലത്ത് വീണ വിത്ത് 30, 60,
100 മേനി ഫലമുണ്ടായി. വിശ്വാസത്തോടുകൂടി നമ്മൾ വിതയ്ക്കുന്നുണ്ട്, കണ്ണുനീരോടുകൂടി നമ്മൾ വിതയ്ക്കുന്നുണ്ട്, ആർപ്പോടുകൂടി കൊയ്യുവാൻ ഇടയായി. നമുക്ക് ലഭിച്ചിരിക്കുന്ന ജീവന്റെ വചനം നമ്മൾ വിതയ്ക്കണം. നമ്മൾ ഉൽപ്പത്തി പുസ്തകം 26-ാമത്തെ അധ്യായത്തിൽ വരുമ്പോൾ നമ്മൾ അവിടെ നമുക്ക് വായിക്കാൻ കഴിയുന്നത് 12-ാമത്തെ വാക്യത്തിൽ, ഇസഹാക്ക് ആ ദേശത്ത് വിതച്ചു, ആ ആണ്ടിൽ 100 മേനി വിളവ് കിട്ടി, യഹോവ അവനെ അനുഗ്രഹിച്ചു. നല്ല നിലത്ത് വീണ വിത്ത് 100 മേനി ഫലം എന്ത് ചെയ്തു? 26-ാമത്തെ അധ്യായത്തിന്റെ 3, 4, 5 വാക്യങ്ങൾ, ഈ ദേശത്ത് താമസിക്കുക, ഞാൻ നിന്നോട് കൂടെ ഇരുന്ന് നിന്നെ അനുഗ്രഹിക്കും, നിനക്കും നിന്റെ സന്തതിക്കും ഈ ദേശമൊക്കെയും തരും, നിന്റെ പിതാവായ അബ്രഹാമിനോട് ഞാൻ ചെയ്ത സത്യം നിവർത്തിക്കും, അബ്രഹാം എൻ്റെ വാക്ക് കേട്ടു, എൻ്റെ നിയോഗവും കൽപ്പനകളും ചട്ടങ്ങളും പ്രമാണങ്ങളും ആചരിച്ചതുകൊണ്ട്. കണ്ടോ, അബ്രഹാം എന്ത് ചെയ്തിരുന്നു? എൻ്റെ വാക്ക്, ദൈവത്തിന്റെ വാക്ക് എന്ത് ചെയ്തു? കേട്ടു. ദൈവത്തിന്റെ നിയോഗം അറിഞ്ഞിരുന്നു. ദൈവത്തിന്റെ കൽപ്പനകളും ചട്ടങ്ങളും പ്രമാണങ്ങളും എന്ത് ചെയ്തു? ആചരിച്ചത് കൊണ്ട് ഞാൻ നിന്റെ സന്തതിയെ ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ വർദ്ധിപ്പിച്ച് നിന്റെ സന്തതിക്ക് ഈ ദേശമൊക്കെയും കൊടുക്കും. നിന്റെ സന്തതി മുഖാന്തരം ഭൂമിയിലെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും. ഇവിടെ പറയുന്ന വാഗ്ദത്ത സന്തതി ഇസഹാക്കാണെങ്കിലും അതിന്റെ പൊരുൾ ആരാണ്? ക്രിസ്തു. ഭൂമിയിലെ സകല ജാതികളും വംശങ്ങളും ഗോത്രങ്ങളും യേശു ക്രിസ്തുവിന്റെ രക്ഷ എന്ത് ചെയ്തിട്ടുണ്ട്? അറിയുന്നുണ്ട്. എല്ലാ ഗോത്രങ്ങളിലും ഭാഷകളിൽ നിന്നുള്ളവർ യേശുവിന്റെ രക്ഷ എന്ത് ചെയ്യുന്നു? അനുഭവിക്കുന്നു. ആ നിത്യരക്ഷ എന്ത് ചെയ്യുന്നു? അനുഭവിക്കുന്നു. ഗ്ലോറി ടു ഗോഡ്. അബ്രഹാമിന് കൊടുത്ത വാഗ്ദത്തം എന്ത് ചെയ്യുന്നു? നമുക്കും അവകാശമാക്കുവാൻ തക്കവണ്ണം എന്ത് ചെയ്തു? ഇടയായി തീർന്നിരിക്കുന്നു. ഇവിടെ പറഞ്ഞിരിക്കുന്ന കനാൻ എന്താണ്? സ്വർഗീയമായ കനാൻ. വീണ്ടും നമ്മൾ അതിന്റെ 18-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ, തന്റെ പിതാവായ അബ്രഹാമിന്റെ കാലത്ത് കുഴിച്ചതും അബ്രഹാം മരിച്ച ശേഷം ഫെലിസ്ത്യർ നികത്തിക്കളഞ്ഞതുമായ കിണറുകൾ ഇസഹാക്ക് പിന്നെയും കുഴിച്ചു. വാഗ്ദത്തം നിന്റെ മേലുണ്ടോ? വാഗ്ദത്തം നിന്നിൽ പുതുക്കപ്പെടുന്നുണ്ടോ? വിശ്വാസത്തോടുകൂടി ഭാവിയിൽ ദൈവം ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച് നിനക്ക് വ്യക്തമായ ബോധ്യമുണ്ടെങ്കിൽ, നിങ്ങളുടെ പൂർവ്വപിതാക്കന്മാർ കുഴിച്ച കിണറെ ഫെലിസ്ത്യർ എന്ത് ചെയ്തിട്ടുണ്ട്? മൂടിയിട്ടുണ്ട്. ആ മൂടിയ കിണർ വീണ്ടും എന്ത് ചെയ്യണം? കുഴിക്കണം. ഞാനിത് പറയുമ്പോൾ ഞാൻ ദൈവത്തെ ഒരുപാട് സ്തോത്രം ചെയ്യാം. നമ്മൾ ഇന്നിവിടെ നിന്ന് ആരാധിക്കുന്ന ഈ സഭ വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ പണി കഴിപ്പിച്ച് തീർക്കുവാൻ, അത് ദൈവത്തിന് വേണ്ടി പ്രതിഷ്ഠിക്കുവാൻ ഇടയായി. ഞാൻ ഇതിന്റെ മുമ്പ് ഇതിന്റെ പ്രാർത്ഥനകൾക്ക് എല്ലാം കഴിഞ്ഞ ശേഷമാണ് ഞാനൊരു വാർത്ത കേൾക്കുന്നത്. ഈ നാട്ടിലുള്ള ആൾക്കാരിൽ നിന്ന് 45 വർഷം 50 വർഷം പുറകിൽ ഇവിടെ ഇതേ സ്ഥലത്തിൽ ഒരു ഓല കൊണ്ടുണ്ടാക്കിയ ഒരു പ്രാർത്ഥനാ പെര ഉണ്ടായിരുന്നു. ആ പ്രാർത്ഥനാ പെരയിൽ ഒരു പാസ്റ്റർ ശുശ്രൂഷിച്ചിരുന്നു. ഇവിടെ ഒരു സ്നാനക്കുളം ഉണ്ടായിരുന്നു. അവിടെ ജനം എന്ത് ചെയ്തിരുന്നു? സ്നാനപ്പെട്ടിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ ഈ വെളിച്ചം അറിയാത്ത ജനം, അതെല്ലാ കാലത്തിലും ഉണ്ടല്ലോ, അദ്ദേഹത്തെ ഇവിടെ നിന്ന് എന്ത് ചെയ്തു? ആട്ടി ഓടിക്കുകയും അങ്ങനെ ഇത് അന്യാധീനപ്പെട്ട് അനാഥത്വത്തിലേക്ക് പോവുകയും ആ പള്ളിയും പ്രവർത്തനങ്ങളും എല്ലാം എന്ത് ചെയ്തു? ശിഥിലമായി പോവുകയും ചെയ്തു. ദൈവത്തിന്റെ കണക്ക് പുസ്തകത്തിൽ അത് എഴുതിയിട്ടിരുന്നു. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. ഇതൊന്നും അറിയാതെ ഒരു കുടുംബം ഈ ദേശത്തിൽ വന്ന് ഈ വസ്തുവിനെ എന്ത് ചെയ്യുന്നു? അവർ വിലയ്ക്ക് വാങ്ങി അവരുടെ സുഖമായി പാർക്കുന്നു. അതിനനന്തരം ദൈവം ചില പ്രതിസന്ധികളിലൂടെ ആ ഭവനത്തെ എന്ത് ചെയ്യുന്നു? കടത്തിവിടുമ്പോൾ ജീവനുള്ള ദൈവത്തെ തിരിച്ചറിയുവാൻ ആ കുടുംബത്തിനിടയായി. ആന്റി ഇന്നിവിടെ ഇരിപ്പുണ്ടല്ലോ, രുക്മിണി ആന്റി, തന്റെ മകൻ രതീഷ്. അവരൊരു തീരുമാനമെടുത്തു. അവരറിയുന്നില്ല ഇവിടെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു പ്രാർത്ഥനാലയം ഉണ്ടെന്ന്. അവർ ആ സ്ഥലത്തെ ദൈവത്തിന്റെ മഹത്വത്തിന് വേണ്ടി പകുത്തെടുക്കുകയാണ്. യഹോവയായ ദൈവത്തിന്റെ മഹത്വം ഇവിടെ ഉണ്ടായിരുന്നു, ഞാനോ അത് അറിഞ്ഞിരുന്നില്ല എന്ന് യാക്കോബ് പറഞ്ഞതുപോലെ ദൈവത്തിന്റെ മഹത്വത്തിന്റെ ആലയത്തിന്റെ പണിക്ക് വേണ്ടി മൂലക്കല്ലിടുകയാണ്. നിരവധി പ്രതിബന്ധങ്ങൾ നേരിടേണ്ടതായിട്ട് വന്നു. പക്ഷെ അവിടെയെല്ലാം ദൈവം കൂടെ ഇരുന്ന് അതിന്റെ ആണിക്കല്ല് കയറ്റുന്നത് വരെയും, സഭ പ്രതിഷ്ഠിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത് വരെയും ദൈവം അതിന്റെ എല്ലാ കാര്യത്തിലും കൂടെ നിന്നതിന്റെ കാരണം ഇതേ സ്ഥലത്തിൽ ഒരു മനുഷ്യൻ അധ്വാനിച്ചിരുന്ന ഇടമാണ്. എന്തധ്വാനിച്ചു? സ്തോത്രം. ദൈവത്തിന്റെ സഭയെ പണിയുവാൻ അധ്വാനിച്ചിരുന്ന ഇടം. അബ്രഹാം കുഴിച്ച കിണർ, ഇസഹാക്ക്
വീണ്ടും അതിനെ കുഴിച്ചെടുത്തു എന്ന് പറഞ്ഞതുപോലെ ദൈവത്തിന്റെ മനോഹരത്വത്തിന്റെ അനുഗ്രഹം ഈ ദേശത്തിൽ വ്യാപരിച്ചപ്പോൾ വീണ്ടും ഫെലിസ്ത്യർ അടിച്ചു മൂടിക്കളഞ്ഞ കിണറിനെ കുഴിച്ചെടുക്കുവാൻ കഴിഞ്ഞതുപോലെ വീണ്ടും നിത്യജീവന്റെ ഉറവയിലേക്ക് ഇവിടെ ആരാധന തുടങ്ങുവാൻ ദൈവം ഇടയാക്കി. അബ്രഹാം കുഴിച്ച കിണറ്, അതിൽ നിന്ന് അനുഗ്രഹങ്ങൾ പ്രാപിച്ച സമൂഹം, ഗ്ലോറി ടു ഗോഡ്, ഹല്ലേലൂയ. എന്നാൽ ഫെലിസ്ത്യർ എന്ത് ചെയ്തു? അതിനെ അടിച്ചു മൂടിക്കളഞ്ഞപ്പോൾ, വിശ്വാസം പകുത്തു നൽകിയപ്പെട്ടപ്പോൾ ഇസഹാക്ക് എന്ത് ചെയ്തു? അടിച്ചു മൂടിയ കിണറിനെ വീണ്ടും കുഴിച്ചു. അവിടെ വെള്ളമുണ്ടായി വന്നപ്പോൾ വീണ്ടും അവിടെ എന്തുണ്ടായി? പ്രതിബന്ധങ്ങൾ ഉണ്ടായി. ഹല്ലേലൂയ. ഇന്നും അത് തന്നെയാണ്, പ്രതിബന്ധങ്ങൾ ഉണ്ടാകും. ഗ്ലോറി ടു ഗോഡ്. എന്നാലോ ദൈവം അവരെ മുന്നിലേക്ക് പോകുവാൻ ദൈവം വീണ്ടും അനുഗ്രഹിച്ചു. ആ ഇസഹാക്കിനെ കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ അവൻ പോയ സ്ഥലങ്ങളിലെല്ലാം ഉറവകൾ തുറക്കുവാൻ, ഫെലിസ്ത്യർ അടിച്ചു മൂടിയതിനെയൊക്കെ വീണ്ടും കുഴിപ്പാനിടെ. പ്രിയമുള്ളവരെ, നമ്മുടെ ദേശത്തിൽ ഗ്ലോറി ടു ഗോഡ്, ഹല്ലേലൂയ, കർത്താവിന്റെ മഹിമ ഇനിയും വെളിപ്പെടണമെങ്കിൽ നമ്മൾ ദർശനം പുതുക്കണം. ഹല്ലേലൂയ. ദൈവത്തിന്റെ വിളിയുടെ ശബ്ദം നമുക്കുണ്ടാകണം. വിശ്വാസം നമ്മിൽ വർദ്ധിക്കണം. ഗ്ലോറി ടു ഗോഡ്. ആത്മാക്കളെ, ഹല്ലേലൂയ, വിശ്വാസ ജീവിതങ്ങളെ പോലും ഫെലിസ്ത്യ സൈന്യം എന്ത് ചെയ്യുന്നു? അവരുടെ ഹൃദയങ്ങളെ അടിച്ചു മൂടി വെച്ചിരിക്കുമ്പോൾ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചു വേർതിരിപ്പാൻ തക്കവണ്ണം ഫെലിസ്ത്യ സൈന്യം മൂടി വെച്ചിരിക്കുന്ന ആ അനുഭവങ്ങളെല്ലാം നീക്കിക്കളഞ്ഞു ഓരോ ഉള്ളത്തിൽ നിന്ന് നിത്യജീവങ്കിലേക്ക് പൊങ്ങി വരുന്ന നീരുറവ തുറക്കുവാൻ കർത്താവായ യേശുക്രിസ്തുവിലൂടെ നമ്മെ ദൈവം വിളിച്ചിരിക്കുന്നു. ഗ്ലോറി ടു ഗോഡ്, ഹല്ലേലൂയ. അബ്രഹാമിന്റെ വിശ്വാസം ഇസഹാക്കിലേക്ക് എന്ത് ചെയ്യുന്നു? പകരപ്പെടുന്നു. ആ പകരപ്പെടുന്നതിലൂടെ അവൻ എന്ത് ചെയ്യുന്നു? വിതയ്ക്കുന്നു. ആ പകരപ്പെടുന്ന വിശ്വാസത്തിലൂടെ അവൻ എന്ത് ചെയ്യുന്നു? തകർന്നു പോയ കിണറുകളെ അവൻ വീണ്ടും എന്ത് ചെയ്യുന്നു? കുഴിക്കുന്നു. ഫെലിസ്ത്യർ നികത്തിക്കളഞ്ഞ കിണറുകളെ ഇസഹാക്ക് പിന്നെയും കുഴിച്ചു. തൻ്റെ പിതാവ് അവയ്ക്കിട്ടിരുന്ന പേർ തന്നെ ആ കിണറുകൾക്കും ഇട്ടു. ഗ്ലോറി ടു ഗോഡ്, ഹല്ലേലൂയ, ഗ്ലോറി ടു ഗോഡ്. അങ്ങനെ ഫെലിസ്ത്യർ വീണ്ടും എന്ത് ചെയ്യുന്നു? ശണ്ടയിടുന്നു. വീണ്ടും മറ്റൊരു സ്ഥലത്തിൽ കിണർ കുഴിക്കുന്നു. വീണ്ടും ശണ്ടയിടുന്നു. ആ ഭാഗം വായിക്കുമ്പോൾ നമുക്കറിയാം, പല ആവർത്തി ശണ്ടകൾ ഇടുന്നു, വീണ്ടും കിണർ കുഴിക്കുന്നു. വീണ്ടും അന്തിമമായിട്ട് അവിടെ ദൈവം ഒരു അനുഗ്രഹം കൊടുക്കുമ്പോൾ അവിടുത്തെ ശണ്ട എന്ത് ചെയ്തു? അവസാനിച്ചു. നമ്മൾ ദൈവം ഏൽപ്പിക്കുന്ന പ്രവൃത്തി നമ്മൾ ചെയ്യുമ്പോൾ ശണ്ട ഇടാനായിട്ട് കുറെ ഫെലിസ്ത്യർ എന്ത് ചെയ്യും? ഉണ്ടാകും. പക്ഷെ ആ ഫെലിസ്ത്യരോടുകൂടെ ശണ്ടയിട്ട് എന്ത് ചെയ്യരുത്? നമ്മൾ നിൽക്കരുത്. ദൈവം ഇസഹാക്കിനെ പരീക്ഷിച്ചത് ഫെലിസ്ത്യ സൈന്യത്തെ വെച്ചാണ്. ഓരോരുത്തരെയും പരീക്ഷിക്കുന്നത് വ്യത്യസ്തമാണ്. ഇസഹാക്കിനെ പരീക്ഷിച്ചത് ഫെലിസ്ത്യ സൈന്യത്തെ വെച്ചാണ്. പക്ഷെ ഫെലിസ്ത്യരോട് ശണ്ടയിടുവാൻ ഇസഹാക്ക് എന്ത് ചെയ്തില്ല? തുനിഞ്ഞില്ല. തന്നെ ഏൽപ്പിച്ച ദൗത്യം എന്ത് ചെയ്തു? ചെയ്തുകൊണ്ടേ പോയി. പ്രിയമുള്ളവരെ, നമുക്കും ആരോടും എന്തില്ല? ശണ്ടയില്ല. ഗ്ലോറി ടു ഗോഡ്. ദൈവം ശാന്തത വരുത്തും. ഗ്ലോറി ടു ഗോഡ്. ദൈവം ശാന്തത വരുത്തിയപ്പോൾ ഫെലിസ്ത്യരുടെ ശണ്ട എന്ത് ചെയ്തു? അവസാനിച്ചു. ദൈവം അവിടെ എന്ത് ചെയ്തു? അനുഗ്രഹിക്കുമ്പോൾ അവിടെ ദൈവത്തിന്റെ യാഗപീഠം എന്ത് ചെയ്തു? പണികയും അവിടെ ദൈവത്തെ ആരാധിക്കുകയും ചെയ്തു. ഹല്ലേലൂയ, ഗ്ലോറി ടു ഗോഡ്. അബ്രഹാം നൽകിയ വിശ്വാസവും ദർശനവും ഇസഹാക്ക് പ്രാപിക്കുന്നു. ഇസഹാക്ക് എന്ത് ചെയ്യുന്നു? അത് യാക്കോബിലേക്ക് എന്ത് ചെയ്യുന്നു? പകരുന്നു. യാക്കോബിലേക്ക് ഈ അനുഗ്രഹം പകരുമ്പോൾ ഇസഹാക്ക് പ്രായം ചെന്നവനായി. ഇസഹാക്കിന്റെ കണ്ണുകൾ എന്ത് ചെയ്തിരുന്നു? 27-ാമത്തെ അധ്യായത്തിന്റെ 1-ാം വാക്യം വരുമ്പോൾ ഇസഹാക്ക് വൃദ്ധനായി, അവന്റെ കണ്ണ് കാണുവാൻ വഹിയാതെ മങ്ങി. പ്രിയമുള്ളവരെ, അക്ഷരികമായ കണ്ണ് മങ്ങുന്ന സമയത്തിലും ഗ്ലോറി ടു ഗോഡ് നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന ആത്മാവിന്റെ കണ്ണ് മങ്ങത്തില്ല. ഇസഹാക്കിന്റെ അക്ഷരികമായ കണ്ണ് മങ്ങിയപ്പോഴും അബ്രഹാമിൽ നിന്ന് പ്രാപിച്ച ദർശനം ഇസഹാക്കിന് മങ്ങിപ്പോയില്ല. അതുകൊണ്ട് ആ നിത്യ കനാനെ കുറിച്ച് ദൂരവേ ദർശിച്ചുകൊണ്ട് തൻ്റെ അടുത്ത തലമുറയായ ഇസഹാക്കിലേക്ക് ആ അനുഗ്രഹത്തെ എന്ത് ചെയ്യുന്നു? ഇസഹാക്ക് പകർന്നു കൊടുക്കുകയാണ്. ഗ്ലോറി ടു ഗോഡ്. പകരപ്പെടണം. ദൈവിക ദർശനം പകരപ്പെടണം. ദൈവിക അനുഗ്രഹം പകരപ്പെടണം. ഗ്ലോറി ടു കനാനെ കുറിച്ചിട്ടുള്ള ദർശനം പകരപ്പെടണം. തേജസ്കരണത്തെ കുറിച്ചുള്ള ദർശനം പകരപ്പെടണം. ക്രിസ്തുവിലൂടെയുള്ള പുനരുത്ഥാനത്തെ കുറിച്ച് പകരപ്പെടണം. ഗ്ലോറി ടു ഗോഡ്. ഇന്ന് നമ്മൾ ദൈവസന്നിധിയിൽ നിൽക്കുമ്പോൾ ഹല്ലേലൂയ, നമ്മുടെ വിശ്വാസവും എന്ത് ചെയ്യട്ടെ? വർദ്ധിക്കട്ടെ. വിശ്വാസത്തിന്റെ അളവ് ദൈവം എന്ത് ചെയ്തു? ഓരോരുത്തരും പകുത്തു കൊടുക്കുന്നു. ഗ്ലോറി ടു ഗോഡ്. പകുത്തു കൊടുക്കുന്ന വിശ്വാസം നമ്മൾ എന്ത് ചെയ്യണം? സ്വീകരിക്കണം. ഗ്ലോറി ടു ഗോഡ്. ആ സ്വീകരിക്കുന്നതനുസരിച്ച്
കർത്താവിങ്കിലേക്ക് നമുക്ക് നോക്കുവാനും ആ ദർശനത്തിലേക്ക് നമുക്ക് നീങ്ങുവാനും നിത്യമായ കനാനെ ലക്ഷ്യം വെച്ച് യാത്ര ചെയ്യുവാനും അതിലേക്ക് ചിലരെങ്കിലും നിത്യ നരക തീയിൽ നിന്ന് രക്ഷിച്ചെടുക്കുവാനും കർത്താവ് നമ്മെ സഹായിക്കും. ഫെലിസ്ത്യ സൈന്യങ്ങൾ അടിച്ചു മൂടിയ ഇടങ്ങൾ ഗ്ലോറി ടു ഗോഡ് വീണ്ടും കുഴിച്ച് അല്ലെങ്കിൽ അവിടെ ആ ജീവന്റെ ഉറവ കണ്ടെത്തുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ജീവിതങ്ങളെ ഇനിയും ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ സ്തുതിയും സ്തോത്രവും പുകഴ്ചയും മഹത്വവും കർത്താവിന് അർപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ. ആമേൻ, ആമേൻ, ആമേൻ.